സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കുന്ന സുമനസ്സുകളായ സഹൃദയരായ സഹോദരങ്ങളെ, ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഹരിദാസ് ജിയുടെ പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. നോട്ടീസ് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത്. അതാരുടെയും കുഴപ്പമല്ല. ഒരുപാട് വലിയ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ വലിയ പരിപാടിയിലൊരു അവസരം തന്നു എന്നുള്ളത് മഹാഭാഗ്യമാണ്. അപ്പോൾ നോട്ടീസ് നേരത്തെ അന്വേഷിച്ച് വാങ്ങേണ്ടത് എൻ്റെ ചുമതലയായിരുന്നു. ഒരു സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ശരിക്കും എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിൽ വൈഷമ്യമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ വന്നപ്പോഴാണ് കണ്ടത് ശബരീശ ദർശനം. ഒരു സനാതനധർമ്മത്തെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം പറയാനും പ്രത്യേകിച്ച് തയ്യാറെടുപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ എഴുതി വച്ചില്ല, പഠിച്ചില്ല, നോക്കിയില്ല, ആ വിഷയം എനിക്ക് പറ്റില്ല, അങ്ങനൊന്നുമില്ല. പാതിരാത്രിക്ക് ഉറക്കത്തിൽ വിളിച്ചെഴുതുമ്പോൾ ശബരി ദർശനം പ്രസംഗിക്കണമെന്ന് പറയാൻ നിന്ന് പ്രസംഗിക്കുന്നതിന് ഈ പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചാൽ അത് പ്രയാസമാണ്. ഞാൻ പഠിച്ചത് പ്രസംഗിക്കാൻ വേണ്ടി അല്ല. അതുകൊണ്ട് തുടങ്ങിയാൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ശബരീശ ദർശനത്തെ സംബന്ധിച്ചൊക്കെ വളരെ പല വേദികളിലും സംസാരിച്ചതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ചകഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഒരുപക്ഷെ ഇവിടെ സദസ്സിൽ ആൾ കുറവാണ് എങ്കിലും ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചാനലുകളിലൂടെ. അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. വിശിഷ്യ TV ചാനലുകളിൽ ഇങ്ങനെ തത്സമയ സംപ്രേഷണമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അഭ്യുദയകാംക്ഷികൾ, സ്നേഹിതരൊക്കെ ചാനലിൻ്റെ മുമ്പിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. കൂടാതെ സദസ്സിലും എൻ്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ വിദൂരങ്ങളിൽ നിന്നുമൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി എത്തിക്കൊണ്ടിരിക്കുമെന്ന് വിശ്വസിക്കാം. ആ മുഖങ്ങളൊന്നും കൂടുതൽ പറയാതെ തന്നെ വിഷയത്തിലേക്ക് അങ്ങ് പോവാം. ശബരീശ ദർശനം അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. അതിൻ്റെ ഘട്ടം ഘട്ടമായ ഒരു സർവാംഗ വിശദീകരണത്തിന് സമയമുണ്ടെന്ന് എനിക്കറിയത്തില്ല. മാത്രമല്ല, പ്രിയപ്പെട്ട ശ്രീ ഡോക്ടർ പ്രവീൺ നിറവങ്കര വേദിയിലുണ്ട്. അപ്പം ഞാൻ അധിക സമയം എടുത്തു പോകാൻ പാടില്ല. ഒരു പ്രഭാഷകന് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി ഔചിത്യബോധമാണ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വിഷയത്തിലേക്ക് പോകാൻ. വളരെ ഷോർട്ടായി പറഞ്ഞാൽ, നമ്മൾ എത്രയോ ആരാധനാലയങ്ങളിൽ പോകാറുണ്ട്. മണ്ടയ്ക്കാട്ട് പോകുന്ന സഹോദരിമാരുണ്ട്. ഈ സഹോദരിമാർ മണ്ടയ്ക്കാട്ട് പോകുമ്പോൾ അവരെ ആരെയും മണ്ടയ്ക്കാട്ട് അമ്മയെന്ന് വിളിക്കാറില്ല. ഗുരുവായൂർ നമ്മൾ പോകും, നമ്മളെ ആരെയും ഗുരുവായൂരപ്പ എന്ന് വിളിക്കാറില്ല. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോകുന്നവരോ ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്ക് പോകുന്നവരെയോ അവിടുത്തെ ദേവതയുടെ പേരിൽ ഒരിക്കലും അഭിസംബോധന ചെയ്യാറില്ല. പക്ഷേ ശബരിമല പോകുന്നവരെ മാത്രം അയ്യപ്പ എന്ന് വിളിക്കും. അകത്തിരിക്കുന്നതും അയ്യപ്പൻ, കയറിപ്പോകുന്നതും അയ്യപ്പൻ. ദേവനും ഭക്തനും ഒന്നാകുന്ന ലയഭാവം, അതാണ് ശബരീശ ദർശനത്തിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം. അന്യരിൽ എന്നെ കാണാൻ കഴിയുക എന്നതിനേക്കാൾ അപ്പുറത്തായി ഒരു ധർമ്മം വിശദീകരിക്കാൻ ഇല്ല. അന്യരിൽ എന്നെ കാണുക, അതുതന്നെയാണ് തത്വമസി എന്ന് കയറി ചെല്ലുമ്പോൾ എഴുതി വച്ചിരിക്കുന്നത്. ഇനി ആ സന്നിധാനത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ശബരിമല. ശബരിമല എന്നാണ്. അവിടുത്തെ പ്രതിഷ്ഠ ധർമ്മശാസ്താവല്ലേ. ധർമ്മശാസ്താമല എന്ന് പേര് കൊടുത്തില്ല. അയ്യപ്പമല എന്നും പേരില്ല. സ്വാമിമല എന്നും പേരില്ല. ശബരിക്ക് അവിടെ പ്രതിഷ്ഠയില്ല. പക്ഷെ അറിയപ്പെടുന്നത് ശബരിമലയാണ്. അതാ ദർശനത്തിൻ്റെ രണ്ടാമത്തെ മഹാ സത്യമാണ്. ആരാണ് ശബരി എന്ന് ഞാൻ ഈ ഹിന്ദു സമ്മേളനത്തിൽ പറയേണ്ട കാര്യമില്ല. നമുക്കെല്ലാം അറിയാം ശബരി ആരാണെന്ന് നമുക്കറിയാം. മലവേടൻ വിഭാഗത്തിൽപ്പെട്ട, നമ്മുടെ സർക്കാരിൻ്റെ കണക്കനുസരിച്ച് ഷെഡ്യൂൾ ട്രൈബിൽപ്പെട്ട ഒരു സ്ത്രീ. വന്ധ്യവയോധികയായ സമയത്താണ് ശ്രീരാമ ദർശനം ഉണ്ടായത്. കഥ നമുക്കറിയാം. നായാടി വർഗമായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച്
ആ വേട്ടയാടുന്നത് ഭക്ഷണത്തിനു വേണ്ടി അല്ലാതെ തന്നെ മൃഗയാ വിനോദം നടത്തി ഹിംസ തൊഴിലായി സ്വീകരിച്ചിരിക്കുന്ന ഒരു സമുദായത്തിൽ പിറന്ന സഹോദരിയാണ്, സ്ത്രീയാണ് ശബരി. അവരുടെ വിവാഹം തീരുമാനിച്ചു. നിർബന്ധ വിവാഹമാണ്. വിവാഹം വേണ്ടാന്ന് പറഞ്ഞാലൊന്നും അംഗീകരിക്കില്ല. അവർ ഈ ഹിംസയ്ക്കെതിരായിരുന്നു. മാംസഭക്ഷണം തന്നെ അങ്ങ് ഒഴിവാക്കിയിട്ട് നിർബന്ധ വിവാഹത്തിന് സാഹചര്യം വന്നപ്പോൾ ഈ വിവാഹം നടക്കുന്ന സമയത്ത് ധാരാളം മൃഗങ്ങളെ വേട്ടയാടി അതിനെ ഭക്ഷണമാക്കുകയും അതിനെ ആനന്ദകരമായ ഒരു ആചാരമാക്കി തീർക്കുകയും ചെയ്യുന്ന സമുദായമായതുകൊണ്ട് എനിക്ക് വിവാഹമേ വേണ്ട എന്നും പറഞ്ഞ് ഒളിച്ചു ചാടിപ്പോയ മഹതിയാണ് ശബരി. കാട്ടിലൂടെ അലഞ്ഞ് അങ്ങനെ പോയി മാതംഗ മുനിയെ കണ്ടെത്തി. പിന്നെ ആ മുനിയോടൊപ്പമായിരുന്നു. മുനിയോട് ഭക്ഷണം ചോദിച്ചു, കൊടുത്തു. കഥയൊക്കെ നമുക്കറിയാം. പിന്നെ അവിടെയായിരുന്നു ശബരിയുടെ താമസം. ഗുരുവിനെ ശുശ്രൂഷിച്ച് ആ ശുശ്രൂഷയുടെ പാരമ്യതയൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഏതുവരെ ഗുരു ആശ്രമത്തിൽ നിന്ന് സ്നാനത്തിനായി പോകുന്ന തടാകത്തിലേക്ക് പോകുന്ന വഴി കാടിൻ്റെ ഉള്ളിലൂടെയാണ്. കല്ലും മുള്ളും കരടും മൂർഖം പാമ്പും ഒക്കെയുള്ള വഴിയിലൂടെയാണ് തൻ്റെ ഗുരു സ്നാനത്തിന് പോകുന്നത്. ആ വഴിയിൽ ഒന്നും ഉണ്ടാകാതെ ഈ ഘോരവിപിനത്തിലെ കല്ലും കാടും മുള്ളും എല്ലാം പറക്കി നീക്കുന്നത് കൂടാതെ ശബരി തൻ്റെ ഗുരു നടക്കുന്ന പാതയിലൂടെ ഉരുണ്ടു നോക്കും, കിടന്നു ഉരുളും. എന്തിനാ? ഒരു മുള്ളെങ്കിലും ശരീരത്തിൽ കൊണ്ടാൽ, ഒരു മുള്ളോ ഒരു കമ്പോ ഒരു ശിഖരമോ ഒരു കല്ലോ കൊണ്ടാൽ അതെടുത്തു മാറ്റി തൻ്റെ ഗുരുവിന് പാതയൊരുക്കിയ ഗുരു ശുശ്രൂഷ ചെയ്ത മഹത്വമാണ് ശബരി. അവസാനം പത്മാകൃതിയിൽ സമാധിയാകുന്ന സമയത്ത് ഗുരുവിനോട് അതുപോലെ തനിക്ക് ശാന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞു ശ്രീരാമ ദർശനം ഉണ്ടാകുമെന്നും അപ്പോൾ ശാന്തിയിൽ വിലയിക്കുമെന്നും പറഞ്ഞ സംഭവങ്ങളും നമുക്കറിയാം. അവസാനം കാത്തിരുന്നു. തൻ്റെ ഗുരു സമാധിയായതിനു ശേഷം എത്രയോ കാലം കാത്തിരുന്ന് ശ്രീരാമ ദർശനം ഉണ്ടായി. അപ്പൊ ശ്രീരാമൻ ഇവിടെ വരുമെന്ന് ഗുരു തൻ്റെ ഉറപ്പ് കൊടുത്തത് അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെ സ്വീകരിക്കാൻ വേണ്ടി കാട്ടിൽ പഴങ്ങൾ തേടി നടന്നു. ആ പഴങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ ശബരി ഒന്ന് കടിച്ചു നോക്കും. പുളിയോ കവർപ്പോ ഉണ്ടെങ്കിൽ അത് കുട്ടയിലിടൂല. അതില്ലാത്ത നോക്കി തെരഞ്ഞു വെച്ചിരുന്ന ആ ഫലങ്ങളുടെ നികുംഭില ശ്രീരാമചന്ദ്രൻ വന്നപ്പോൾ എല്ലാ പഴങ്ങളും കടിച്ചതായിരുന്നു. ആര് കടിച്ചു? ആദിവാസി കുലത്തിൽപ്പെട്ട ഒരു പെണ്ണ്. പഠിക്കേണ്ട ഏറ്റവും വലിയ തത്വം അവിടെയാണ്. ശ്രീരാമവതാരം രാജകുമാരനാണ്. നമ്മൾ കണക്കാക്കുന്ന മനുഷ്യൻ പറയുന്ന ഉയർന്ന ജാതി താഴ്ന്ന ജാതി എന്നൊക്കെ പറയുന്ന അങ്ങനെ വരേണ്യ ജാതിയിൽപ്പെട്ട ആളാണ് ശ്രീരാമചന്ദ്രൻ. ശബരി കടിച്ച പഴമെടുത്ത് കഴിക്കാൻ നേരം ലക്ഷ്മണൻ ആശങ്ക പ്രകടിപ്പിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു ശബരിയുടെ ഭക്തിയാണ് പ്രാധാന്യം. ആ പഴങ്ങൾ കഴിച്ചു. എന്നിട്ട് അവിടെ താമസിച്ചു. ശ്രീരാമചന്ദ്രൻ പോകുന്ന സമയത്ത് കൊടുത്ത അനുഗ്രഹമാണ് നിന്റെ നാമം ലോകമുള്ളിടത്തോളം കാലം ഉച്ചരിക്കപ്പെടും, ലോകമുള്ളിടത്തോളം കാലം നിന്നെ അനുസ്മരിക്കപ്പെടുമെന്ന് ശ്രീരാമചന്ദ്രൻ വരപ്രസാദം നൽകിയിട്ട് പോയ ശബരിയുടെ പേരിലാണ് ശബരിമല അറിയപ്പെടുന്നത്. ഈ ശബരി എന്ന് ഉച്ചരിക്കാത്ത ഒരു ഭാരതീയനുണ്ടോ? ഏതെല്ലാം രാജ്യങ്ങളിൽ ഏതെല്ലാം എയർപോർട്ടിൽ എവിടെയെല്ലാമാണ് ശബരിമല അനൗൺസ് ചെയ്യുന്നത്, എഴുതി വെക്കുന്നത്? ഇതിൻ്റെ എല്ലാം മൂലാധാരം എന്ന് പറഞ്ഞ സനാതന ധർമ്മമാണ്. ആ സനാതന ധർമ്മം എന്താണ്? സനാതന ധർമ്മം ഒറ്റവാക്കിൽ പറയാൻ കഴിയുമോ? ഒരുപാട് ചിന്തിച്ചപ്പോൾ ഒരു വാക്യത്തിൽ ഞാനൊന്ന് ചുരുക്കാൻ പറ്റുന്ന സാധനമല്ല. ഞാനൊന്ന് ചുരുക്കി പറഞ്ഞാൽ ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്കും ശ്രേയസ്സും നന്മയും ശ്രേയസ്സും എത്തുവാനുള്ള മാർഗമാണ് സനാതനധർമ്മം. ആ സനാതനധർമ്മത്തിലാണ് നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ചെറുതിനെയും ഒന്നിനെയും അവഗണിക്കരുത്. കാരണം എല്ലാം ഒരേ സത്യത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒരു ചെറുതിനെ പോലും ഒന്നിനെ പോലും അവഗണിക്കാതെ
എല്ലാത്തിനെയും ആദരിക്കാനും സ്നേഹിക്കാനും സേവിക്കാനും പഠിപ്പിച്ച സമ്മോഹനമായ ചിരപുരാതനമായ ധർമ്മമാണ് സനാതന ധർമ്മം. അതുകൊണ്ടാണ് ശബരി എന്ന നിസ്സാരമായി നമ്മൾ കണക്കാക്കുന്ന ജാതിയിൽ ജനിച്ചുപോയ സ്ത്രീയെ ഭക്തിയുടെ പാരവശ്യം കൊണ്ട് ഭഗവാൻ അനുഗ്രഹിച്ചത്. നിന്റെ നാമധേയം ലോകമെന്നും സ്മരിക്കും. ഇവിടെയും നമ്മൾ സ്മരിക്കുകയാണ്. ശബരിയുടെ പ്രാധാന്യം കൊണ്ടാണ് ഇവിടെ ശബരീശ ദർശനം എന്ന് തന്നെ നോട്ടീസിൽ വെച്ചത്. ഇതാണ് സനാതനധർമ്മം. ഇതെന്താണെന്നറിയാതെ, ഇത് എന്താ കടലോ കടലാടിയോ എന്നറിയാതെ വിമർശിക്കുന്ന ചില ആൾക്കാരുണ്ട്. തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രി പറയും സനാതനധർമ്മം എന്നേക്കുമായി അവസാനിപ്പിക്കണം. മണ്ടച്ചാരെ, ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ? സ്റ്റാലിനെ നിന്റെ അച്ഛനാക്കരുതെന്ന് പറയാൻ നടക്കുന്ന കാര്യം അതോ? നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇവിടുത്തെ ഒരു ഭരണകർത്താവ് പറഞ്ഞു ശ്രീനാരായണ ഗുരു സനാതനധർമ്മം പ്രചരിപ്പിച്ച സന്യാസിയല്ല എന്ന്. പിന്നെന്തുവാ പ്രചരിപ്പിച്ചത്? ശ്രീനാരായണ ഗുരു പ്രചരിപ്പിച്ചത് ഇത് തന്നെയാണ്. ആർക്കു വേണ്ടിയാണ് അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്? അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് വേണ്ടി. നടക്കാനും ഉടിക്കാനും പറയാനും മിണ്ടാനും ആരാധിക്കാനും സ്വാതന്ത്ര്യമില്ലാത്തൊരു വിഭാഗത്തിന് വേണ്ടി അവർക്ക് ആരാധിക്കാൻ കൊടുത്തിരുന്ന എന്തൊക്കെയാണ്? മല്ലനും മാടനും മറുതയും ചാമുണ്ടിയും യക്ഷിയും പേയും അവരെ ആരാധിക്കാൻ കൊടുത്ത പൂജാവസ്തു എന്തൊക്കെയായിരുന്നു? കോഴിച്ചോരയും ഉമിയും തവിടും മദ്യവും. ഞാനിതിന്റെ ചരിത്രം വായിച്ചു പഠിക്കുമ്പോൾ ഹിന്ദു പുരാണങ്ങളിലെ ആചാര ഗ്രന്ഥങ്ങൾ വളരെയേറെ പറഞ്ഞു നോക്കി എവിടെങ്കിലും ചാരായം മദ്യം പൂജാവസ്തു ആക്കിയിട്ടുണ്ടോ എന്ന്. ഒരു സ്ഥലത്ത് പോലും പൂജാവസ്തു ആക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഹിന്ദുവിന് 5 മഹാപാപങ്ങൾ, അതിൽ 2ാമത്തെ പാപമാണ് മദ്യപാനം എന്ന്. വിപരീതത്തിൽ പാമ്പായാൽ മഹാപാപത്തിൽ പെടും, മോക്ഷം കിട്ടൂല. അടുത്ത ജന്മം പിന്നെയും പലതുമായിട്ട് പട്ടിയായും പാമ്പായും എല്ലാം. പാമ്പായി വരത്തില്ല, കാരണം 2 ജന്മം അടുത്ത് ഒരുപോലെ വരത്തില്ല. ഈ ജന്മമേ പാമ്പാ, പിന്നെ അടുത്ത ജന്മം കൂടെ പാമ്പാവത്തില്ല. അതിന് വഴിയില്ല, അല്ലേ? പല ജന്മം. അതാണ് ബ്രഹ്മഹസ്ത്യ സുരാപാനം സ്ഥേയം ഉർവാംഗനാംഗമ തത് സംഘശ്ച പഞ്ചയിതേ മഹാപാപാൻ പരിത്യജേ. 1 ബ്രഹ്മഹത്യ മഹാപാപം, 2 സുരാപാനം മദ്യപാനം മഹാപാപം എന്നാ പറയാം. അതാണ് പൂജയ്ക്ക് കൊടുത്ത സാധനം. സ്ഥേയം കളവ് പറയുക, കള്ളം ചെയ്യുക. ഗുർവാംഗനാംഗമ പരസ്ത്രീ പീഡനം, അത് പണ്ടേ ഉണ്ട്. ബാലിയെ അനുഗ്രഹിച്ചത് പരസ്ത്രീ പീഡനത്തിന്റെ പ്രതിയായതുകൊണ്ടാണ്. ഇതൊക്കെയാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. 5ാമത്തെ മഹാപാപം ഇതൊക്കെ ചെയ്യുന്നവരുമായി കൂട്ടുകൂടി നടക്കത്താൽ സംഘർഷ, അല്ലേ? അതാണ് അവർക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് വേണ്ടി കോഴിച്ചോരയും തവിടും മദ്യവും പൂജാവസ്തുവായി കൊടുത്ത് പാർശ്വവൽക്കരിക്കപ്പെട്ടതല്ല, നിശബ്ദരാക്കപ്പെട്ട അടിച്ചമർത്തപ്പെട്ട വർഗത്തിന് കൊടുത്ത് പൂജിക്കാൻ, കൊടുത്ത് ആരാധിക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠിച്ചു കൊടുത്തത് ദേവാദിദേവനെയാണ്. ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരിൽ മഹേശ്വരനാണ് പ്രാധാന്യം. ശിവപുരാണം നോക്കുമ്പോൾ നമുക്കറിയാം, ബ്രഹ്മാവിനെയും മഹാവിഷ്ണുവിനെയും മത്സരത്തിൽ ഏർപ്പെടുത്തിയതും ജടയിൽ തൊടുന്ന കാര്യമൊക്കെ നമുക്കറിയാം. ദേവാദിദേവനെ തന്നെ പ്രതിഷ്ഠിച്ചു കൊടുത്ത ശ്രീനാരായണ ഗുരു നടപ്പാക്കിയത് സനാതനധർമ്മം അല്ലാതെ പിന്നെ എന്തൊരു പുണ്ണാക്കാം? പച്ച മലയാളത്തിൽ പറഞ്ഞ സനാതനധർമ്മം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ വിമർശിച്ചു പോകുന്നത്. ശ്രീനാരായണ ഗുരുവിനോട് സംസാരിക്കുന്ന സമയത്ത് വാഗ്ഭടാനന്ദൻ പല പ്രാവശ്യം ഗുരുദേവന്റെ പല കാര്യങ്ങളും ചോദ്യം ചെയ്യുകയും മനസ്സിലായില്ല എന്ന് പറയുകയും ചെയ്തപ്പോഴത്തേക്ക് ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനോട് ചോദിച്ചു, പൂർവാശ്രമത്തിലെ പേരെന്താ? കുഞ്ഞിക്കണ്ണൻ. ആ കുഞ്ഞിക്കണ്ണുകൊണ്ട് നോക്കിയതാ ഇതൊന്നും മനസ്സിലാവാത്തത്. വലിയ കണ്ണുകൊണ്ട് നോക്കണം. ദർശനം വിശാലമാകണം. വിശാലമായെങ്കിലേ സനാതനധർമ്മം എന്തെന്ന് പഠിച്ചു തീർക്കാൻ ആയുഷ്കാലം മുഴുവൻ പരിശ്രമിച്ചാൽ കഴിയില്ല. എന്തെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ ദർശനം വിശാലമാകണം. നമ്മൾ പറയാറുണ്ട് അന്ധൻ ആനയെ കണ്ടതുപോലെ എന്ന്. പഴയ കാലത്ത് മലയാളത്തിൽ ഉദാഹരണം പറയും. അതിന്റെ സംഭവം എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണു കാണാൻ വയ്യാത്തവരെല്ലാം കൂടെ ആനയെ കാണാൻ പോയി. പാപ്പാൻ പിടിച്ച ആനയെ തൊട്ട് നോക്കിച്ച് മനസ്സിലാക്കി. ഒരാൾ കാലെ പിടിച്ച ആൾ പറഞ്ഞു ആന തൂണ് പോലാണ്. വാലയെ പിടിച്ച ആൾ പറഞ്ഞു ചൂല് പോലിരിക്കുകയാണ് ആന. ചെവിയെ പിടിച്ച ആൾ പറഞ്ഞു ആന മുറം പോലെ. ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ധൻ ആനയെ കണ്ടതുപോലെ സനാതന ദർശനത്തെ കാണാൻ പോകരുത്. മാത്രമല്ല, ഞാൻ ഈയിടെ പറയുന്ന ഉദാഹരണം അന്ധൻ ആനയെ കണ്ടതുപോലെ എന്നല്ല, പഴയ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി ആർട്ട് ഗ്യാലറി കണ്ടതുപോലെ.
ജനാധിപത്യത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ. ഒപ്പം ചില കോട്ടങ്ങളും ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കോട്ടമാണ് യാതൊരു വിവരവും ഇല്ലാത്തവന് മന്ത്രിയാവാം. അതാണ് ഏറ്റവും വലിയ കോട്ടം. പണ്ടൊരു IAS ഓഫീസർ പറഞ്ഞു, ഇനി ഫൂൾ ക്യാൻ ബിക്കം എ മിനിസ്റ്റർ, നോ ഫൂൾ ക്യാൻ ബിക്കം ആൻ IAS ഓഫീസർ. അങ്ങനെ ഭരിക്കാൻ ചെന്നപ്പം പറഞ്ഞതാണ്, IAS-കാരൻ പറഞ്ഞ വർത്താനമാണ്. ആർക്കും മന്ത്രിയാവാം. അങ്ങനെ 3-ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ലാത്തൊരു കക്ഷി ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി. ഏത് കാലത്താണോ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ ആർട്ട് ഗാലറി കാണാൻ പോയി. മ്യൂസിയത്തിനടുത്തുള്ള രാജാ രവിവർമ്മ ചിത്രശാല ആർട്ട് ഗാലറി കാണാൻ മന്ത്രി പോയി. രാജാ രവിവർമ്മ ചിത്രങ്ങൾ ഇന്നും മഹാത്ഭുതങ്ങളല്ലേ? ഇത്രത്തോളം സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ അദ്ദേഹം വരച്ച, നൂറ്റാണ്ടിനപ്പുറം വരച്ച ചിത്രങ്ങളെല്ലാം ഇപ്പോഴും എത്ര ലൈവായിരിക്കുന്നു അവിടെ. അങ്ങോട്ട് കയറി ചെല്ലുന്നിടത്ത് ദമയന്തിയും ഹംസവും കാണാം. നമ്മൾ വിചാരിക്കും ദമയന്തി ഇപ്പം നമ്മളൊരു വർത്താനം പറയും, ഹംസം ഇപ്പം പറക്കുമെന്ന് തോന്നും. വല്ല കേടും പറ്റിയിട്ടുണ്ടോ? മഹാത്ഭുതമല്ലേ രാജാ രവിവർമ്മ. ആ ചിത്രം കാണാനായിട്ട്, ഈ ചിത്രശാല കാണാൻ വേണ്ടി ഈ മന്ത്രി പോയി. അയാളെല്ലാം കണ്ടേച്ചിറങ്ങിയപ്പോൾ അവിടുത്തെ ഗൈഡ് ചോദിച്ചു, സാർ, തിരുവനന്തപുരത്തുകാരനാ, സാർ പടങ്ങളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് ഒരു പെണ്ണ് ഒരു കോഴിയും കൊണ്ട് നിൽക്കുന്നതാണിത്. അപ്പൊ PA ഉടുപ്പെ പിടിച്ച് വലിയ, സാർ അത് കോഴിയല്ല, പിന്നെയോ താറാവാണെന്ന്. മന്ത്രിയും കൊള്ളാം, PA കൊള്ളാം. അന്നു മുതൽ ഞാൻ പറയുന്ന ഉദാഹരണം, സാംസ്കാരിക മന്ത്രി ആർട്ട് ഗാലറി കണ്ടതുപോലെ ഇതാ. സനാതനധർമ്മം എന്താണെന്നറിയാതെ അതിനെ വിമർശിക്കുന്നവർ ഇത്തരം കാര്യങ്ങളാണ്. മിനിമം ഞാൻ പറയുന്നു, മിനിമം സനാതനധർമ്മം എന്തെന്ന് പഠിച്ചു തീർക്കാൻ ജന്മം കൊണ്ട് അസാധ്യമാണെങ്കിലും ഏകദേശം മനസ്സിലാക്കാൻ സ്വാമി വിവേകാനന്ദന്റെ ഗ്രന്ഥങ്ങളുടെ തർജ്ജമ കിട്ടും. അതിനും സമയം കിട്ടുന്നില്ലെങ്കിൽ ലീസ്റ്റ് മിനിമം അഴീക്കോട് മാഷിനെ തത്വമസിയെങ്കിലും വായിക്കണം. അഴീക്കോട് മാഷിന്റെ അനുസ്മരണ പ്രസംഗത്തിലൊക്കെ വെച്ച് കീറുന്നത് കേട്ടിട്ടുണ്ട്. തത്വമസി എഴുതിയെന്ന് പറഞ്ഞല്ല, പുറംചട്ട പോലും കണ്ടിട്ടില്ല. കണ്ടെങ്കിൽ സനാതനധർമ്മത്തെ വിമർശിക്കാൻ തയ്യാറാകത്തേയില്ല. സനാതനധർമ്മം സഹസ്രാബ്ദം ഗ്രന്ഥങ്ങൾ, രാമായണം, മഹാഭാരതം പോലെയുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങൾ, ഭഗവത്ഗീത പോലെയുള്ള താത്വിക ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ, ഇതുപോലെ സഹസ്രാനുസഹസ്രം ഗ്രന്ഥങ്ങൾ, ലക്ഷോപലക്ഷം ഗുരുക്കന്മാർ, ആചാര്യന്മാർ, ഇവരെല്ലാം കൂടെ ചേർന്നൊരു മഹാസാഗരമാണ് സനാതനധർമ്മം. പഠിച്ചും അറിഞ്ഞും തീർക്കാൻ ഒരിക്കലും പറ്റുകയില്ല. അത് കണ്ടെത്തി തീർക്കാൻ കഴിയുകയില്ല. സർവചരാചരങ്ങളും ഈശ്വരീയ ഭാവം ഉൾക്കൊള്ളുന്നു. അതുകൊണ്ട് എല്ലാത്തിനെയും ആദരിക്കുക എന്ന് പഠിപ്പിച്ച സമ്മോഹനമായ മഹാധർമ്മമാണ് സനാതനധർമ്മം. അത് തേടിയാണ് ശബരി പുറപ്പെട്ടതും കണ്ടെത്തിയതും. ആ സനാതനധർമ്മത്തിലാണ് ശബരിയെ ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിച്ചതും നാമം എന്നും നിലനിൽക്കും എന്നും പറഞ്ഞു തന്നതും. ഒന്നിനെയും ഒരു ചെറുതിനെ പോലും അവഗണിക്കാതെ എല്ലാത്തിനെയും ആദരിക്കുകയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ഈ ധർമ്മം, അത് നിലനിൽക്കേണ്ടത്, അത് സംരക്ഷിക്കേണ്ടത് സംഘപരിവാറുകാരുടെ ചുമതല മാത്രമല്ല, മനുഷ്യകുലത്തിന്റെ ആകെ ലോകത്തിന്റെ മുഴുവൻ ചുമതലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ലോകം സമാധാനമായി നിലനിൽക്കാൻ ഇതെല്ലാം വേണം. എല്ലാം ഒരേ സത്യത്തിന്റെ വിവിധ ഭാഗങ്ങളാണെന്ന് നാം മനസ്സിലാക്കണം. വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിഞ്ഞു കൊണ്ടുപോയാൽ മതി. ഇതാണ് സനാതനധർമ്മം നമ്മെ പഠിപ്പിക്കുന്ന വലിയ 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 രഹസ്യം. അതിലൊരു ഭേദവുമില്ല. മാത്രമല്ല, ആരും എവിടെ നിന്നും നന്മകൾ സ്വീകരിക്കാൻ പഠിപ്പിച്ച വിശാലമായ അതിൻ്റെ കാഴ്ചപ്പാടാണ് സനാതനധർമ്മത്തെ നമ്മൾ ഏറ്റവും അംഗീകരിക്കേണ്ടത്. എവിടെ നിന്നും നന്മകൾ സ്വീകരിക്കാൻ, ആരിൽ നിന്നും നന്മകൾ സ്വീകരിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് ഭാരതത്തിന് ഇത്ര വലിയ വൈവിധ്യം വന്നത്. യൂറോപ്യന്മാരുടെ ഭക്ഷണ രീതി എന്താ നമുക്കറിയാം. അവരുടെ പ്രത്യേക ഭക്ഷണ രീതിയാണ്. യൂറോപ്യന്മാരുടെ ഡ്രസ്സ് എന്താണ്? പാൻറ്റും ടൈയും കോട്ടും ഒക്കെയാണ്. അറബികളുടെ ഭക്ഷണ രീതി പ്രത്യേകമാണ്. അവന്റെ വേഷം വേറെയാണ്. ചൈനക്കാരന്റെ വേഷം വേറെയാണ്. അവന്റെ ഭക്ഷണ രീതി വേറെയാണ്. ഓരോ രാജ്യത്തിനും എടുത്തു പറയാൻ പ്രത്യേകമായ വേഷവിധാനങ്ങൾ, പ്രത്യേകമായ ഭാഷകൾ, പ്രത്യേകമായ ഭക്ഷണക്രമങ്ങളുണ്ട്. ഇംഗ്ലണ്ടുകാരൻ്റെ ഭാഷ എന്താ? ഇംഗ്ലീഷാണ്. റഷ്യക്കാരൻ്റെ ഭാഷ എന്താണ്? റഷ്യൻ ഭാഷയാണ്. അമേരിക്കക്കാരൻ്റെ ഭാഷ ഇംഗ്ലീഷാണ്. അറബിയുടെ ഭാഷ അറബിയാണ്. ഓരോ രാജ്യത്തിനും ഒരു ഭാഷയുണ്ട്, ഒരേ വസ്ത്രരീതിയുണ്ട്, ഒരേ ഭക്ഷണ രീതിയുണ്ട്. ഭാരതത്തിന്റെ ഭാഷ എന്താ? ഹമാര രാഷ്ട്രഭാഷ ഹിന്ദി ഹേ. എത്ര പേർക്കറിയാം?
വാസ്തവത്തിൽ രാഷ്ട്രഭാഷയാകേണ്ടത് സംസ്കൃതമല്ലേ? സംസ്കൃതമാണ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷ. അതാകാനാണ് പരിശ്രമിക്കേണ്ടത്. അതിനുള്ള അശ്രാന്ത പരിശ്രമം നമ്മളൊക്കെ ചെയ്യേണ്ടതാണ്. ഈ 2 മാസത്തിനിടയിൽ ഹിന്ദു പരിഷത്ത് സമ്മേളനങ്ങൾ ഇത് 3ാമത്തേതാണ്. ഒന്ന് ഡിസംബർ 26 മറ്റുമാണ് ഡൽഹിയിലെ ദിൽഷാദ് നഗറിൽ. അല്ല, ഡിസംബർ 2nd സാറ്റർഡേ, ആദ്യ 2nd സാറ്റർഡേ 8-ാം തീയതി. രണ്ടാമത് വലിയൊരു ഹിന്ദു പരിഷത്ത് പങ്കെടുത്തത് തൃത്താലയിലാണ്. വള്ളുവനാട് ഹിന്ദു പരിഷത്ത് തൃത്താലയിൽ നിളയുടെ തീരത്തിൽ 1000 കൂടിയ സമ്മേളനം. ഇത് 3ാമത്തേതാ ഇവിടുത്തെ. ഇവിടൊക്കെ ഞാൻ ആവർത്തിച്ചൂന്നി പറയുന്ന ഒരു പ്രധാനമായ കാര്യമാണ് നമ്മുടെ ഭാഷ, സംസ്കൃത ഭാഷ. വേദാന്തങ്ങളും ഇതിഹാസങ്ങളും ഉപനിഷത്തുകളും ആരണ്യകങ്ങളും പഠിപ്പിച്ചിരുന്ന സമ്മോഹനമായ ഭാഷ, അത് നശിക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പുതിയ തലമുറയെ അത് പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഇതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുക. എത്ര പേർക്കറിയാം? ഒരു സംശയം ചോദിക്കാൻ ഒരു ജില്ലയിൽ ഒരു സംസ്കൃത പണ്ഡിതനുണ്ടോ? പഞ്ചായത്തിലെ പോട്ട് ഒരു ജില്ലയിൽ കാര്യമായ ഒരു സംസ്കൃത പണ്ഡിതനെ എടുക്കാനുണ്ടോ? ഒരു ഭാഷാപരമായ സംശയം വന്നാൽ സ്വന്തം വേദങ്ങളും ഗ്രന്ഥങ്ങളും അവതരിപ്പിച്ച ഭാഷ പഠിക്കാൻ താല്പര്യമില്ലാത്ത ഒരു വിഭാഗമേ ഉള്ളൂ. ഞാൻ പറയണ്ടല്ലോ. ഈ ദുരവസ്ഥയിൽ ഉള്ളിൽ വികാരങ്ങൾ ഉദ്വേലഭാവം എന്നുരയ്ക്കും. മധ്വജനങ്ങൾക്കും ആർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകി. അതേ എനിക്ക് പറയാനുള്ളൂ. അതിന് നമ്മൾ കൂട്ടായി പരിശ്രമിക്കുകയും ആലോചിക്കുകയും അതിന് പ്രോത്സാഹനം ചെയ്യേണ്ട കാലമാണിത്. ലോകത്തിന് മുഴുവൻ നന്മ വരാൻ പഠിപ്പിച്ച നന്മയുടെയും ശ്രേയസിന്റെയും വഴികളിലേക്ക് എത്തിക്കാനുള്ള ധർമ്മമാണ് സനാതന ധർമ്മം. അതിന്റെ വാക്യങ്ങളെല്ലാം ചിന്തിച്ചാൽ മതി. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ മാത്രം സുഖത്തിലാകട്ടെ എന്നല്ല, ലോകം മുഴുവൻ സുഖത്തിലാകട്ടെ എന്നാണ്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത്തേന തെക്തേന ഭുജീതമാഗൃത കസ്യസിദ്ധനം. ഈശാവാസ്യോപനിഷത്ത്, 1ാമത്തെ ഉപനിഷത്ത്, ഈശാവാസ്യോപനിഷത്ത്. എന്തൊരു സമ്മോഹനമായ തത്വങ്ങളാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. എല്ലാം ഈശ്വരാവാസമുള്ളതാണ്, എല്ലാം ഈശ്വര ചൈതന്യമുള്ളതാണ്. ഈശാവാസ്യമിതം സർവം. അതുകൊണ്ട് എന്ത് വേണം? മാഗൃത കസ്യസിദ്ധനം. അന്യന്റെ ധനം ആഗ്രഹിക്കരുത്. കൊടുക്കാൻ ശീലിക്കണം, എടുക്കാനല്ല. അങ്ങോട്ട് കൂടി ഈശാവാസ്യമിതം സർവം യത്കിഞ്ചിത് ജഗത്യാം ജഗത്തേന തെക്തേന. ത്യജിക്കാനാ പഠിപ്പിച്ചത്, ഭുജിക്കാനല്ല. ത്യജിച്ചവരാണ് ത്യാഗരാജന്മാർ. ഇന്ന് ത്യാഗരാജന്മാർ കുറഞ്ഞു, ഭോഗരാജന്മാർ കൂടി. അതിന്റെ കുഴപ്പം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ത്യജിക്കാനാണ് പഠിപ്പിച്ചത്, ഭുജിക്കാനല്ല. അത് നമ്മൾ എന്താക്കി? പ്രതീകാത്മകമാക്കി. പ്രയാർ ഘോഷൻ സാറ് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളിക്ക് അടുത്തൊരു സ്ഥലപ്പേര് ഞാൻ പറയുന്ന ഒരു സപ്താഹം ഉദ്ഘാടനത്തിന് പോയി. അദ്ദേഹം ഉദ്ഘാടനം, എനിക്ക് മുഖ്യപ്രഭാഷണം. സപ്താഹത്തിന്റെ ആദ്യ ദിവസമാണ്. ആചാര്യൻ വന്നിരുന്നു. ഈ ആചാര്യന്മാരെ സെലക്ട് ചെയ്യുമ്പോൾ ഇത്തിരി ഒന്ന് ആലോചിക്കണം കേട്ടോ. വന്നിരുന്നു. 4 മണി ചായ കുടിക്കാൻ കൊണ്ടുവച്ചു. കുറേ ഉണ്ണിയപ്പവും ചായ എല്ലാം കൊണ്ടുവന്നു. ഈ ആചാര്യൻ ഉണ്ണിയപ്പം ഒരു ശകലം ഇങ്ങനെ നുള്ളി, ഒരു ഏറ് ചായയിൽ വിരലിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ തെറിപ്പിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്ത് ഇടപാടാന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അദ്ദേഹം പറയും, ഈശാവാസ്യോപനിഷത്ത് വായിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞുകൊണ്ട്, വായിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ട്. വായിക്കണമെങ്കിൽ ജന്മം ഇത് പോരാ എന്ന് ഞാൻ പറഞ്ഞു. കണ്ടിട്ടുണ്ട്. വായിക്കണമെങ്കിലും പഠിക്കണമെങ്കിലും 1000 കൊല്ലം ആയുസ് വേണം. അതിൽ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ, ത്യജിച്ചിട്ട് ഭുജിക്കണം. അത് ശരി. ഒരു ട്രേ നിറയെ ഉണ്ണിയപ്പം ഇരുന്നത് ഇത്രയും നുള്ളിക്കളഞ്ഞതാണ് ത്യജിച്ചത്. ചായയിൽ വിരലിട്ടൊന്ന് തെറിപ്പിച്ചതാണ് ത്യജിച്ചത്. അന്നേരം ഞാൻ പറഞ്ഞു, എന്നാൽ നിങ്ങളെക്കാൾ നല്ല ത്യാഗം ചെയ്യുന്നത് മദ്യപാന്മാരാണ്. അവർ 3-4 പ്രാവശ്യം തെറിപ്പിച്ചേ കുടിക്കാറുള്ളൂ എന്ന് തമാശ പറഞ്ഞു. അപ്പോഴത്തേക്ക് പ്രയാർ എന്നെ കയറി പിടിച്ചു, മിണ്ടരുതെന്ന് പറഞ്ഞു. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് കക്ഷി KSRTCയിലെ ഡ്രൈവറായിരുന്നു, പെൻഷനായപ്പം മറ്റു പണിയൊന്നും കിട്ടാത്ത കൂടെ ഒരു ആചാര്യൻ്റെ കൂടെ വായിക്കാൻ നടന്നു. 5-6 നടന്ന് വായിച്ചപ്പോൾ ഇയാളങ്ങ് ആചാര്യനായി. സംസ്കൃതം പഠിച്ചു പറയുന്നതും എഴുതി കാണാതെ പഠിച്ചു പറയുന്നതും കേട്ട അപ്പോഴേ തിരിച്ചറിയാം. ഈശാവാസ്യമിതം സർവം. അതാ തേന തെക്തേന ഭുഞ്ചീതമാകൃത കസ്യസിദ്ധനം. ത്യജിക്കുക, 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 ത്യജിക്കുക. തട്ടമ്പി സ്വാമി തിരുവടികൾ ത്യജിച്ചയാളാണ്.
ശ്രീനാരായണ ഗുരുദേവൻ ത്യജിച്ച ആളാണ്. ഒരുപാട് ത്യജിക്കുകയാണ് അവരാരും ഇങ്ങോട്ടൊന്നും എടുത്തില്ല, അങ്ങോട്ട് കൊടുക്കുകയായിരുന്നു. പിന്നെയും പഠിപ്പിച്ചത് സമ്മോഹനമായ തത്വം സനാതന ധർമ്മം. അഹം ബ്രഹ്മാസ്മി മാനവസേവ മാധവസേവ. ഇതൊക്കെയാ സനാതന ധർമ്മം. ഇതൊക്കെ തന്നെയാ ശ്രീനാരായണ ഗുരുദേവൻ നടപ്പാക്കിയത്. പിന്നെ അതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാന്? നേരത്തെ പറഞ്ഞ പരിപാടി ആർട്ട് ഗാലറി കണ്ടതുപോലെ. അപ്പോൾ അതൊന്ന്. ഇനി നോക്കുക, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ശബരീശ ദർശനത്തിൽ ഒത്തിരി കാര്യങ്ങൾ. ദേവനും ഭക്തനും ഒന്നാകുന്നു. അന്യരിൽ എന്നെ കാണാൻ കഴിയുക. ഇതിനപ്പുറം ഒരു ദർശനം, ഒരു ധർമ്മം പഠിപ്പിക്കാൻ കഴിയോ? അതല്ലേ നമ്മെ പഠിപ്പിക്കുന്ന വലിയ തത്വം. യദ്യദ്യാത്മനി ചേച്ഛേദ തൽപരസ്യാപി കൽപ്പേ നകൽപരസ്യ ഗുർവീത ജാനാൻ അപ്രിയമാത്മന. യദ്യദ്യാത്മനി ചേച്ഛേദ, മറ്റുള്ളവർ നിന്നോട് എന്തെല്ലാം പ്രവർത്തിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം നീ അന്യരോടും പ്രവർത്തിക്കുക. നകൽ പരസ്യ ഗുർവീത ജാനാൻ അപ്രിയമാത്മന. മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്നതിൽ നമുക്ക് അപ്രിയം തോന്നുന്നതൊന്നും മറ്റുള്ളവരോടും ചെയ്യാതിരിക്കുക. അതാണ് അന്യരിൽ എന്നെ കാണുക. ശബരിമലയുടെ ഭക്തന്മാരുടെ ഏറ്റവും വലിയ ധർമ്മത്തിലൊന്ന് അതാ. ഗാനഗന്ധർവൻ ഡോക്ടർ KJ യേശുദാസ്, സഹോദരങ്ങളെക്കാൾ വലിയ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. 2-3 കൊല്ലമായിട്ട് അമേരിക്കയിലായിപ്പോയി. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദു പരിഷത്തിൽ പോകുക എന്ന് പറയും. അപ്പോൾ ദാസേടൻ പറഞ്ഞു അത് വലിയ പരിപാടിയാണ്. ഞാൻ പറയാൻ ദാസേടനെ പറ്റി നല്ലത് 4 പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതയോ? മറ്റൊന്നുമല്ല, ഞങ്ങൾ ശബരിമലയിൽ പോകും. ദാസേടൻ നാട്ടിലുള്ളപ്പോൾ ഞങ്ങൾ ശബരിമലയിൽ പോകുമായിരുന്നു പലപ്പോഴും. ദാസേടൻ കണ്ടീഷൻ വയ്ക്കും, പമ്പ കടന്നാൽ ദാസേട്ടാന്ന് വിളിച്ചൂടാ, അയ്യപ്പ അതേ വിളിക്കാവോ. എന്നെ സ്നേഹം വരുമ്പോൾ എടാന്ന് വിളിക്കും, ചിലപ്പോൾ തമ്പിന്ന് വിളിക്കും, ചിലപ്പോൾ ഡോക്ടറേന്ന് വിളിക്കും, പലതും വിളിക്കും. പമ്പ കടന്നാ പിന്നെ അയ്യപ്പ അതേ വിളിക്കൂ. ഒരു ദിവസം ഇത് ഓർക്കാതെ എപ്പോഴും വിളിച്ച് ശീലിച്ചത് കൊണ്ട് ശരം കുത്തി കയറിയപ്പോൾ ഞാൻ ഏതാണ്ടോ പറയാൻ വന്നപ്പോൾ ദാസേട്ടാന്ന് വിളിച്ചു. ഒരു നോട്ടം നോക്കി തന്നെ. പമ്പ കടന്നാ പിന്നെ എല്ലാം അയ്യപ്പനാണ്. യൂണിഫോമിറ്റി, സമത്വം. ആരൊക്കെയാണ് വന്ന നടപ്പന്തലിൽ കിടക്കുന്നത്? IAS-കാര്, മന്ത്രിമാര്, കളക്ടർമാര്, ഒഡീശ്വരന്മാർ, ലക്ഷപ്രഭുക്കൾ, ഡോക്ടർമാർ, ആരൊക്കെ വന്നാണ് കിടക്കുന്ന? കറുത്ത മുണ്ടെടുത്ത് കറുത്ത മുണ്ടും പറിച്ച് കിടക്കുന്ന ആ ഐക്യം, യൂണിഫോമിറ്റി, ത്യാഗം, സമത്വ സുന്ദരമായ ആ ഭാവം, അത് ശബരിമലയ്ക്ക് മാത്രം സ്വന്തം. ഇനി ആര്യദ്രാവിഡ സംഘർഷം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിന്റെ ചരിത്രപരമായ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വലിയ വിശാലമായ വിഷയമാണ്. ആര്യന്മാർ വന്നതാണോ, ദ്രാവിഡന്മാർ ഏറ്റുമുട്ടിയോ, ചരിത്രത്തിലേക്ക് പോകുന്നില്ല. കാരണം വിവാദത്തിന് ഞാനില്ല. പ്രത്യേകിച്ച് MM എന്ന ഇനിഷ്യൽ വിവാദത്തിന്റെ ഇനിഷ്യലാണ്. ഈ ഇനിഷ്യൽ ഇത്തിരി കുഴപ്പം ചെയ്താണ്. MM മണിയും MM ഹസനും MM ലോറൻസും ഒക്കെ ആണ്. എനിക്ക് പേടിയായി ഇനിഷ്യലിന്. അതുകൊണ്ട് ഞാൻ വിവാദത്തിന് നിൽക്കുന്നില്ല. ആര്യദ്രാവിഡ സംഘർഷം ഉണ്ടായിരുന്നെങ്കിൽ ആര്യദേവനായ മഹാവിഷ്ണുവും ദ്രാവിഡദേവനെന്ന് സങ്കല്പിക്കുന്ന, 2 സങ്കല്പമാണ് കേട്ടോ. സങ്കല്പിക്കുന്ന പരമശിവനും ചേർന്നൊരു സന്താനം ഉണ്ടാവുക. അതിനപ്പുറം ഒന്ന് ചരിത്രപരമായി വിഭാവനം ചെയ്യാൻ പറ്റുമോ? ഹരിഹരസുതനയ്യൻ അയ്യപ്പ സ്വാമിയേ, അല്ലേ? ഹരിയും ഹരനും ചേർന്നൊരു ആര്യദ്രാവിഡ ലയഭാവം ഉണ്ടാക്കിയത് അയ്യപ്പൻ. മഹിഷിയുടെ പരബലം മനുഷ്യൻ ചിന്തിക്കേണ്ട വിഷയല്ലേ? ഭാരതീയ പുരാണങ്ങളിലെ അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും മുഴുവൻ കഥകൾ പരിശോധിച്ച് നോക്കുക. എല്ലാ അസുരന്മാരുടെയും എല്ലാ രാക്ഷസന്മാരുടെയും കഥകൾ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് സവിശേഷമായ ഒരു കാര്യം കാണുന്നുണ്ട്. അസുരന്മാരും രാക്ഷസന്മാരും മരിക്കാതിരിക്കാൻ വഴി തേടിയവരാണ്. ഒരാൾക്കും മരിക്കാൻ താല്പര്യമില്ല. മനുഷ്യനിർമ്മിതമായ ആദ്യത്തെ കാവ്യം അതാണ്. അതൊക്കെ പറയുമ്പോഴാണ് സനാതന ധർമ്മത്തിന്റെ ചില ന്യൂനതകൾ മനുഷ്യന്. ഇന്നിപ്പോ ചർച്ച അതല്ല, ഞാൻ അതല്ല സംസാരിക്കാൻ വന്ന വിഷയം. ശബരീശ ദർശനത്തിനകത്ത് വന്നപ്പോഴൊന്ന് ചെറുതെ പറഞ്ഞു പോയതാണ്. പറയുന്നൊരു ആക്ഷേപം എന്താണെന്നറിയാമോ? വർണ്ണവിവേചനം ചാതുർവർണ്ണ്യം മയാ സൃഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞുപോയി. മണ്ടച്ചാരെ അതിനെ തൊട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് ഗുണകർമ്മ വിഭാഗശ. അതങ്ങ് വിട്ടു അല്ലേ? വാല് മുറിച്ചിട്ട് ബാക്കിയെടുത്ത് വെച്ചിരിക്കുക. ഗുണവും കർമ്മവും അനുസരിച്ചാണ് ചാതുർവർണ്ണ്യം.
അവരവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യണമെന്നാണ് ഗീത നൽകിയ വലിയ സന്ദേശം. അധ്യാപകനാകാൻ പറയാം, കുട്ടികളെ പഠിപ്പിക്കണം, ലോട്ടറി കച്ചവടത്തിന് പോകരുത്. പച്ച മലയാളത്തിൽ പറഞ്ഞ അത്രയും ഒരു ഉദാഹരണം പറഞ്ഞാൽ മതി. അവരവർ ചെയ്യുന്ന തൊഴിലനുസരിച്ച് ചില വിഭാഗങ്ങൾ വേണം. എല്ലാ വിഭാഗവും ഇല്ലെങ്കിൽ ലോകം നിലനിൽക്കുമോ? പഴയൊരു സിനിമ പാടില്ലേ, രോഗങ്ങളില്ലാത്ത ലോകം വന്നാൽ ഡോക്ടർമാർക്കൊരു തൊഴിലെന്ത്, വഴക്കും വക്കാണവും നടന്നില്ലെങ്കിൽ പിന്നെ വക്കീലന്മാർക്കൊരു പണിയെന്ത്. ഇതെല്ലാം നടന്നേ പറ്റൂ. വഴക്കും വക്കാണവും വേണം, ഡോക്ടറും വേണം, കമ്പൗണ്ടറും വേണം, എഞ്ചിനീയറും വേണം, എല്ലാം വേണം. അതാണ് ചാതുർവർണ്ണ്യം. ഗുണകർമ്മ വിഭാഗശം കൊണ്ടാണ് ആ ചാതുർവർണ്ണ്യത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെട്ടു. തീണ്ടലും തൊടിയിലും ഒക്കെ ഉണ്ടാക്കി അതൊക്കെ പിൽക്കാലത്ത് വന്ന പലരും കടത്തിക്കൂട്ടിയതാണ്. സനാതന ധർമ്മത്തിലും ഹിന്ദുധർമ്മത്തിലും അങ്ങനെ ഒരു വിവേചനം ഇല്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ് ചിന്തിച്ചാൽ മതി. ശബരി എന്ന ഷെഡ്യൂൾ ട്രൈബിനെ രാജകുമാരൻ ഇത്രയും ആദരിച്ച് അവൾ കടിച്ച പഴം കഴിക്കുമായിരുന്നോ? ഒന്ന്, ദേവാദിദേവനെന്ന് ഭാരതം സങ്കല്പിക്കുന്ന സാക്ഷാൽ പരമശിവൻ വനവാസിയാണ്. വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും എല്ലാം വനവാസിയാണ്. പോട്ടെ, അതെല്ലാം ഐതിഹ്യങ്ങളാണെന്ന് വെച്ചോ. കൃത്യമായി നമ്മുടെ മുമ്പിൽ ചരിത്രം കൊണ്ട് രേഖപ്പെടുത്തിയ മജ്ജയും മാംസവും രക്തവും ഊർജവും ഉണ്ടായിരുന്ന മനുഷ്യരായി ജീവിച്ച ചിലരെ നമുക്ക് നോക്കാം. വാത്മീകി ആരായിരുന്നു? ഇവിടെ വർണ്ണവിവേചനം ഉണ്ടായിരുന്നെങ്കിൽ, ചാതുർവർണ്ണ്യത്തിന്റെ പേരിൽ അടിച്ചമർത്തപ്പെടണമായിരുന്നെങ്കിൽ വാത്മീകി അംഗീകരിക്കുമായിരുന്നോ? വാത്മീകി ആരാണ്? ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. കാട്ടാളനെ നമ്മൾ പഠിച്ചല്ല, ഭാങ്ങി എന്ന് പറയുന്ന ഒരു ജാതിയാണ് ഭാങ്ങി. അതിൽ ഒട്ടേറെ പഠനങ്ങൾ ഞാൻ നടത്തി പോയിട്ടുണ്ട്. ഇന്നുവരെ വാത്മീകിയുടെ ഭാര്യയുടെ പേര് എനിക്ക് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണം. ഞാൻ ഒത്തിരി അന്വേഷിച്ച് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. ഭാര്യ ആരോട്ട് പറയുന്നതുമില്ല. ഈ ഭാര്യയാണ് വാത്മീകിയെ നയിച്ചത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകൾ നീ വരുമെന്ന് വാത്മീകിയുടെ ഭാര്യ പറഞ്ഞു കൊടുത്തതാ. അവശ്യം അനുഭോക്തവ്യം കൃതകർമ്മ ശുഭാശുഭ നാഭുക്തം ശീയതേ കർമ്മ കൽപ്പകോടി ശതൈരവി. കോടാനുകോടി യുഗങ്ങൾ കഴിഞ്ഞാൽ കർമ്മഫലം അനുഭവിക്കണമെന്ന് പറഞ്ഞു കൊടുത്തി ഭാര്യയെ പറ്റി പിന്നെ നാട്ടുകാരാരുകോതിയൊന്നും പറയുന്നില്ല. ഞാൻ അവരെ പറ്റി അന്വേഷിച്ചു പോയത് ഒത്തിരി. പേര് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പോ ഭാങ്ങി വർഗമെന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ നാട്ടിൽ തോട്ടിപ്പണി ചെയ്യുന്ന വർഗമുണ്ട്. ആ വർഗമാണ് വാത്മീകി. അത്രയും താഴ്ന്നതെന്ന് മനുഷ്യൻ കരുതിയ വർഗത്തിൽപ്പെട്ട മനുഷ്യനാണ് ലോകത്തിലെ ലോകത്തിലെ ആദ്യത്തെ കവി എന്ന് അംഗീകരിക്കണമെങ്കിൽ ഇവിടെ വർണ്ണവിവേചനം ഉണ്ടായിരുന്നോ? ഇല്ല. ഈ വരികൾ ഏറ്റുപാടാത്ത ഭാരതീയരുണ്ടോ? മാനിഷാദ പ്രതിഷ്ഠാന്ത മകമശ്വതി സമ യത് ക്രൗഞ്ചമിഥുനാദേകം അവധിം കാമമോഹിതം പുരാ വിശ്രവസ പുത്രോ രാവണോ നാമ രാക്ഷസ ആസീ തസ്യാനുജോ കുംഭകർണ വിഭീഷണോ തേതു തീവ്രേണ തപസാ പ്രത്യക്ഷീകൃത്യ വേധസം വരാനിമാൻ വവ്രേ രാവണോ മാനുഷാദന്യേരവധ്യത്വം തദാത്മന കുംഭകർണോ നിർദേവത്വമിച്ഛയാ നിദ്രേവത്വം വവ്രേ വിഭീഷണോ വിഷ്ണുഭക്തിം വവ്രേ. ആഹാ, എത്ര മനോഹരമായ തത്വം! ഭാങ്ങി വർഗത്തിൽപ്പെട്ട പിടിച്ചുപറിക്കാരനായ ഒരു മനുഷ്യൻ സൃഷ്ടിച്ച കാവ്യമാണ് ഇതെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നത് ഭക്തിയും സമർപ്പണവുമാണ്. എന്ത് തത്വം! വെടിച്ചില്ലിന് തീ കൊടുത്തതുപോലല്ലേ പടപടപടപടാന്നല്ലേ വാക്കുകൾ പ്രയോഗിച്ചു കളഞ്ഞത്. ഈ രാമായണത്തിലെ ഒന്നാമത്തെ ശ്ലോകം അറിയാത്ത ഭാരതീയർ ചുരുക്കമാണ്. അതിലത്തെ ആദ്യത്തെ വാക്കെങ്കിലും പറയാത്ത ഒരു ഭാരതീയനും ഇല്ല. ഒരു ഭാരതീയനും ആദ്യത്തെ വാക്കെങ്കിലും പറയാത്ത ഒരു ഭാരതീയനും ഇല്ല. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് കൊട്ടാരക്കര വലിയ സമ്മേളനം നടക്കാണ്. നിന്ന് പ്രസംഗിക്കുക. അങ്ങാര് പറയുന്നു മാനിഷാദ മാനിഷാദ. അങ്ങാരും പറയും മാനിഷാദ. ഇത് പറയാത്ത ആരുമില്ല. അത് കണ്ടോ? ഒന്ന് വാത്മീകി, രണ്ട് വ്യാസമുനി. നമ്മൾ പരിഗണിക്കുന്നതിന് സവർണനാണോ ബ്രാഹ്മണനാണോ? ഒന്നുമല്ല. ആരാണ് വ്യാസമുനി? മുക്കുവ സ്ത്രീയുടെ മകൻ. OBC, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിസ്റ്റിയാണ്. ഇവിടെ വർണ്ണവിഭാഗം അങ്ങനെ ഒരു അവഗണന ഉണ്ടായിരുന്നെങ്കിൽ വ്യാസമുനി അംഗീകരിക്കോ? പിന്നെയോ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്? കാലിമേച്ച് നടന്ന യാദവനാണ്. ബാലഗോകുലത്തിന് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം വെച്ചത് കടമ്പനിട്ട് വെച്ചാ. പ്രസന്നകുമാർ ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. അദ്ദേഹമാണല്ലോ പ്രസിഡന്റ്. അതിലെ മുഖ്യപ്രഭാഷണം എനിക്ക് കിട്ടി. സന്തോഷം. തന്ന വിഷയം എന്താ? ഭഗവാൻ ശ്രീകൃഷ്ണനും പ്രകൃതിയും. അടിപൊളി വിഷയം. കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞ അല്ലേ? ആണോ? അദ്ദേഹം ആരാണ്? യാദവൻ, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിസ്റ്റ്, OBC.
കാളിദാസനോ? കാളിദാസന് സമാനമായൊരു കവിയുണ്ടോ? പുരാകവീനാം ഗണന പ്രസംഗേ കനിഷ്ഠികാധിഷ്ഠിത കാളിദാസ അദ്യോപി തത്തുല്യ കവേരഭാവാത് അനാമിക സ അർത്ഥക നാമധേയ. ഒന്നാമത്തെ വിരൽ മടക്കി എണ്ണി കാളിദാസൻ. രണ്ടാമത്തെ വിരൽ ഒരു പേരുണ്ട്, അനാമിക. വാക്കിന്റെ അർത്ഥം തനിയെ നമിക്കാത്തത്, തനിയെ നമിക്കാത്തത്. രണ്ടാമത്തെ വിരലിന്റെ പേര് അനാമിക, തനിയെ നമിക്കാത്തത്. തനിയെ നമിക്കാത്തത് കൊണ്ടാണ് ആ വിരൽ ചൂണ്ടി വർത്താനം പറയരുതെന്ന് പറയുന്നത്. കൈ ചൂണ്ടി പറഞ്ഞാൽ വഴക്കുണ്ടാവത്തില്ലേ? അതിന്റെ കാര്യം ഇതാണ്, നമിക്കുന്നവരാകണം, നമിക്കാത്തവരാകരുത്. നമിക്കാനാണ് പഠിപ്പിച്ചത്. ഹിന്ദുധർമ്മത്തിലെ ഏതൊരു പ്രാർത്ഥന നോക്കിയാൽ, ഏതൊരു മന്ത്രം നോക്കിയാൽ അതിൻ്റെ എല്ലാം ഒടുവിൽ ഒന്നുകിൽ ഒരു നമ കാണും, അല്ലെങ്കിൽ ഒരു ശാന്തി കാണും. ഇല്ലാത്ത ഒരു മന്ത്രവും ഇല്ല. ഉപനിഷത്ത് മന്ത്രമായാലും അല്ലാതുള്ള മന്ത്രങ്ങളായാലും താന്ത്രിക വിധിയുടെ മന്ത്രങ്ങളായാലും ഒന്നുകിൽ ശാന്തി വരും, അല്ലെങ്കിൽ നമ വരും, അല്ലേ? അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. അല്ലെങ്കിൽ നമ, നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഒന്നായ നിന്നൈഹ രണ്ടെന്നു കണ്ടളവിലുണ്ടായൊരിണ്ടൽ ബദമിണ്ടാപതല്ല മമ പണ്ടേ കണക്ക് വരുവാൻ നിൻക്ക് പാവലികൾ ഉണ്ടാകയങ്കലിഹ നാരായണായ നമ 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 നമ. ഇപ്പൊ ശിവരാത്രി വരുന്നു, ശിവപഞ്ചാക്ഷരി മന്ത്രം ഓം നമ ശിവായ നമ ശിവായ നമ നമ നമ, അല്ലേ? ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ അഖണ്ഡ നാമ ജപയജ്ഞം ഓം ഭദ്രകാളി നമോ നമ, ശ്രീ ഭദ്രകാളി നമോ നമ നമ നമ. നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. സനാതന ധർമ്മത്തിന്റെ മന്ത്രമാണ് ഉള്ളൂർ എഴുതി വെച്ചത്. ഇപ്പൊ നമയാണ്. അപ്പോ രണ്ടാമത്തെ അനാമിക എന്ന വിരലിന് രണ്ടർത്ഥമാണ്. ഒന്ന് തനിയെ നമിക്കാത്തത്, രണ്ട് ബ്രഹ്മപുരാണം അനുസരിച്ച് ആ വിരലിന് പേരില്ല. അപ്പോൾ രണ്ടാമത്തെ വിരൽ മടക്കി എണ്ണണമെങ്കിൽ ആ വിരൽ സ്വതന്ത്രമായി മടങ്ങില്ല, അടുത്ത വിരലിനെ പിടിച്ചോ മടക്കിക്കൊണ്ടേ മടങ്ങും. അതുകൊണ്ടാണ് അതിനെ അനാമിക എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ അനാമിക. തനിയെ മടങ്ങൂല്ലത്. അതുകൊണ്ട് കാളിദാസൻ ഒന്നാം നമ്പർ കവി. കാളിദാസൻ കഴിഞ്ഞ് രണ്ടാമതൊരു കവി എണ്ണണമെങ്കിൽ ആ വിരലിന്റെ പേര് അന്വർത്ഥമാകത്തക്ക രീതിയിൽ വിരൽ മടക്കി രണ്ടാമതൊരു കവിയെ എണ്ണാനില്ല. എന്താണ് ജാതി? മലവേടൻ അല്ല. ഇവിടെ വർണ്ണവിവേചനം ഹിന്ദുധർമ്മത്തിന്റെ പേരിൽ, സനാതന ധർമ്മത്തിന്റെ പേരിൽ അന്നും ഇന്നും ഇല്ല. അത് മനഃപൂർവ്വമായി പറഞ്ഞ് സൃഷ്ടിച്ചുണ്ടാക്കിയെടുത്ത. ഇന്നും ഇല്ല. രാഷ്ട്രപതി ഏത് ജാതിയാ പറയേണ്ട കാര്യമില്ല. പ്രധാനമന്ത്രി തുടങ്ങി ഭാരതത്തിലെ നിരവധി പകുതിയോളം സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പിന്നാക്കക്കാരാണ്. എവിടാ വർണ്ണവിവേചനം കൊണ്ടുവന്ന് ഹിന്ദുധർമ്മത്തിൽ? ഒരിടത്തും കൊണ്ടുവന്നിട്ടില്ല. ആരോപിക്കപ്പെട്ടതാണ്. ഇന്നയും ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അന്ധവിശ്വാസമുണ്ടെന്ന് പറയുന്ന അതിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞാൽ നമുക്ക് സമയം തികയാതെ പോകും. പ്രവീൺ നിർവങ്കര കാത്തിരിക്കുന്നു, ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയും വേണം. അതുകൊണ്ട് അത് അന്ധവിശ്വാസമാണ്. എന്താണ് അന്ധവിശ്വാസം? കഥകളും ഉപകഥകളും പറഞ്ഞിരിക്കുന്നതിൻ്റെ അകത്തെ അതിൻ്റെ ആന്തരിക സത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നില്ല. പറഞ്ഞു പോയാൽ ഒന്ന് മാത്രം പറയാം. നമ്മളൊക്കെ LP സ്കൂളിൽ പഠിച്ച ആമയും മുയലിൻ്റെയും കഥ. ആമയും മുയലിൻ്റെയും കഥ പറയുമ്പോൾ നമുക്കറിയാം, മുയലും ആമയും തമ്മിൽ വർത്താനം പറയത്തുമില്ല, തമ്മിൽ ഓട്ടമത്സരം നടത്തിയിട്ടുമില്ല. പക്ഷേ നമ്മളത് വിശ്വസിച്ചു. എന്തുകൊണ്ട്? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന തത്വം പഠിക്കാൻ വേണ്ടി. ആരാണ് ഈ ആമയും മുയലും കഥ എഴുതിയെന്നറിയാവോ? ആമയും മുയലും കഥ എഴുതിയതാരേ? പഞ്ചതന്ത്രം കഥയെപ്പെട്ടതല്ല. ആരാണ് ആമയും മുയലും കഥ? നമ്മളെല്ലാം പറയാറുണ്ട്. ആരാ എഴുതിയെന്നറിയാമോ? യവന കഥയാണ്, ഗ്രീക്ക് കഥയാണ്. ഈസോപ്പ് എഴുതിയ ഈസോപ്പ്. അപ്പൊ ആമയും മുയലും കഥ പഠിപ്പിക്കുന്നത് ഒരു തത്വം പഠിപ്പിക്കാനാണ്. അതുപോലെ സൂര്യന്റെ മക്കൾ, ചന്ദ്രന്റെ മക്കൾ, ഇങ്ങനെല്ലാം പഠിപ്പിക്കുന്ന ഒരു തത്വങ്ങൾ പഠിപ്പിക്കാനാണ്. അതിന്റെ വിശദീകരണത്തിന് ഞാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് അപ്രകാരം സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ട ഒന്നാണ് ശബരിമല എന്ന പേര് വരാനും അവിടുത്തെ തീർത്ഥാടനത്തിനും ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ ദേവനും ഭക്തനും ഒന്നാകുന്ന ഒരു ലയഭാവം കൂടാതെ. കാലം പഠിക്കേണ്ടത് ഒത്തിരിയുണ്ട്.
ശബരിക്ക് ശ്രീരാമചന്ദ്രൻ കൊടുത്ത 9 വിധ ഭക്തികളുണ്ട്. 9 വിധ ഭക്തികൾ ഉപദേശിച്ചിട്ടാണ് ഭഗവാൻ പോകുന്നത്. ശബരിക്ക് കൊടുത്ത 9 ഭക്തികൾ, അതിൽ ഒന്നാമത്തേതാണ് സത്സംഗം. ശബരിമല പോകുമ്പോൾ സത്സംഗമല്ലേ ഉണ്ടാകുന്നത്? സത്സംഗമല്ലേ? ദുർസംഗമാക്കാൻ പലരും പരിശ്രമിച്ചു, പക്ഷേ നടന്നില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടും ദുർസംഗമാക്കാൻ പറ്റിയില്ല, അല്ലേ? ചെലവായില്ല. സത്സംഗമാണ് അവിടെ നടക്കുന്നത്. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെല്ലാം കൂടെ കയറ്റാൻ അനുവദിച്ച പമ്പയിൽ പിന്നെ നടക്കുന്ന സത്സംഗം ആയിരിക്കുമോ എന്ന് ആലോചിച്ചാൽ മതി. പച്ച പമ്പ, അയ്യോ, ദക്ഷിണ ഭാഗീരഥയുടെ കരയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലേ? ഇട്ടാവട്ടത്തിൽ കുളിക്കാൻ നടക്കുന്നിടത്ത് എല്ലാം കൂടെ ഇറങ്ങിയാൽ എന്തോ ആയിരിക്കും. സത്സംഗത്തിന്റെ സ്ഥലമാണ് ശബരിമല. ശബരിക്ക് കൊടുത്ത 2ാമത്തെ ഉപദേശം, ശ്രീരാമചന്ദ്രൻ ശബരിക്ക് കൊടുത്ത 9 വിധ ഭക്തികളിൽ 2ാമത്തെ ഉപദേശം എന്തെന്നറിയോ? ഗുരുവിനെ സേവിക്കുക. 9 വിധ ഭക്തികളും ശ്രീരാമചന്ദ്രൻ ശബരിയോട് പറയുമ്പോൾ നിരക്ഷരകുക്ഷിയായിരുന്ന ശബരി ഈ 9 കാര്യങ്ങളും അനുഷ്ഠിച്ചവളാണ്. അതുകൊണ്ടാണ് നാമധേയം ലോകമെമ്പാടും അറിയുന്നത്, ഗുരുവിനെ സേവിക്കുക. ഗുരുവായൂരമ്പലത്തിൽ നമുക്ക് ദർശനത്തിന് പോകണം. ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ടോ? കാറെടുക്കുക, പോവുക, അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുക, തൊഴുക, പോരുക. ചക്കുളത്തുകാവ് പൊങ്കാലയ്ക്ക് പോകണം, ഗുരു വേണോ? വേണ്ട. അറിയാവുന്നവരാരും ഉണ്ടെങ്കിൽ കൊള്ളാം, അത്രേ ഉള്ളൂ. ചോറ്റാനിക്കര പോണം, കൊടുങ്ങല്ലൂര് പോണം, പളനി പോണം, ഒരു ഗുരുവിന്റെ ആവശ്യമില്ല. പക്ഷെ ശബരിമലയിൽ ആദ്യമായി പോകുമ്പോൾ ഒരു ഗുരു വേണം കെട്ട് നിറച്ചു തരാൻ. ഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടി എത്തേണ്ടുന്ന ദർശനമാണ് ശബരീശ ദർശനം. ചെറുപ്പകാലത്ത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെല്ലാം ശബരിമലയ്ക്ക് പോകുന്നവര് കെട്ടുമുറുക്കുന്നതിന് മുമ്പ് വലിയ ഭജനയെല്ലാം നടത്തി, പടുക്കെന്നാണ് പറയുന്നത്, വലിയ ഭജനയൊക്കെ നടത്തി, പലഹാരങ്ങളും ഒക്കെ വെച്ചിട്ട്, പഴമൊക്കെ വെച്ചിട്ട്, പാട്ടുമൊക്കെ പാടി ഗുരു വന്നാണ് കെട്ട് നിറച്ചു കൊടുക്കുന്നത്. ചെറുപ്പകാലത്ത് തന്നെ പല വീടുകളിലും കൊണ്ടുപോകുമായിരുന്നു. എന്തിനെന്നറിയാം? ഞങ്ങളുടെ നാട്ടിലെ ഗുരുസ്വാമിയായിരുന്നു അയ്യപ്പൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര് തന്നെ അയ്യപ്പൻ എന്നാണ്. അവിടുത്തെ ഗുരുസ്വാമിയാണ്. എന്നെ ചെറുപ്പത്തിലേ ഈ അയ്യപ്പൻ കെട്ട് നിറയ്ക്കുന്നിടത്ത് എന്നെ കൊണ്ടുപോകും. എന്തിനെന്നറിയോ? എൻ്റെ നാളെ ഈ അഷ്ടമി രോഹിണിയാണ്, അതുകൊണ്ടാണ്. 16,800 അഷ്ടമി രോഹിണിയാണ്. അന്നേരം അയ്യപ്പൻ കൊണ്ടുവച്ചിട്ട് കെട്ട് നിറയ്ക്കാൻ പറയും, ബാബർക്കൊരു ദക്ഷിണ കൊടുക്കാൻ. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന സമയത്ത് ഈ ദക്ഷിണ വലിയ കാര്യമാണ്. 1 10 പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഐസ് വാങ്ങിച്ചില്ല, അല്ലേ? അങ്ങനെ ഒത്തിരി ദക്ഷിണ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഗുരുസ്വാമി ഉണ്ട്, ഗുരുസ്വാമിയാണ്. ഗുരുവിനെ ആദരിച്ച് കെട്ടു നിറച്ച് തലയിൽ ഗുരു പിടിച്ചു വെച്ചു കൊടുക്കണം. ശബരീശ ദർശനത്തിന്റെ മറ്റൊരു ഘട്ടമാണ് ഗുരുവിനെ ആദരിക്കുക, സേവിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത്. 9 വിധ ഭക്തിയിൽ 2ാമത് ശ്രീരാമചന്ദ്രൻ കൊടുത്തത് അതാണ്. ഇനി 9 വിധ ഭക്തികളിൽ മറ്റൊന്ന് പറഞ്ഞു കൊടുത്തു, കീർത്തനം. കീർത്തനം വേണം. ആ കീർത്തനം എന്ന് പറയുന്നത് സംഘം ചേർന്ന് ജപിക്കുന്ന ദൈവീകമായ നാമങ്ങളെ പറയുന്ന സംഘം ചേർന്നുള്ള ജപമാണ് കീർത്തനം. അത് ഒറ്റയ്ക്കും നാമങ്ങൾ ജപിച്ചാൽ കീർത്തനമാണ്. ശബരിമല പോണെങ്കിൽ കീർത്തനം വേണം, വേറെ എവിടെയും വേണ്ട. ചക്കുളത്തുകാവിൽ പോകുമ്പോൾ ഒരു മന്ത്രവും ജപിക്കേണ്ട കാര്യമില്ല. ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ ഒരു മന്ത്രവും വേണ്ട. ശബരിമലയിൽ പോണെങ്കിൽ കീർത്തനം വേണം. സ്വാമിയേ അയ്യപ്പോ, അയ്യപ്പോ സ്വാമിയേ എന്നോ, 1 തൃപ്പടി ശരണം പൊന്നയ്യപ്പ, അല്ലേ? കീർത്തനത്തോടുകൂടി വേണം പോകാൻ. ഇനി പറഞ്ഞിരിക്കുന്ന 9 കാര്യങ്ങളിൽ 3 ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കി പറയാൻ സമയം ചുരുക്കാണ്ട് ഞാൻ പറയുന്നില്ല, അവിടെ നിർത്തുകയാണ് ഞാൻ. ആ ചിട്ടവട്ടങ്ങളെല്ലാം ശ്രീരാമചന്ദ്രൻ എന്തെല്ലാം ശബരിക്ക് പറഞ്ഞു കൊടുത്തോ, ആ 9 ഭക്തിയുടെ മാർഗങ്ങളും ഈ ശബരീശ ദർശനത്തിൽ ഉണ്ട്. ശബരീശനെ പറ്റി ഒന്ന് വ്യക്തിപരമായി പഠിച്ചു നോക്ക്. അമ്മയ്ക്ക് വളർത്ത പോറ്റമ്മയാണ്, പെറ്റമ്മയല്ല. പോറ്റമ്മയ്ക്ക് വയറുവേദന വന്നപ്പോ ആപത്തിൽപ്പെടുത്താനായാലും ചതിക്കാനായാലും പുലിപ്പാല് വേണമെന്ന് പറഞ്ഞപ്പോൾ ജീവൻ പണയം വെച്ച് പെറ്റമ്മയെ പോറ്റമ്മയുടെ സ്ഥാനത്ത് കണ്ട ജീവൻ പണയം വെച്ച് പുലിപ്പാലിന് പോയ മകന്റെ സന്ദേശം ഇന്നത്തെ മക്കൾ കണ്ടുപിടിക്കണ്ടേ. നടയടച്ചു കഴിഞ്ഞാൽ മണ്ഡലപൂജ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം വരുമ്പോ പന്തളരാജ പ്രതിനിധി സന്നിധാനത്തിന്റെ അടുത്ത് പോകില്ല. എന്താ കാര്യം?
പിതൃസ്ഥാനീയനാണ്. പിതൃസ്ഥാനീയനെ കണ്ടുകഴിഞ്ഞാൽ, പിതാവിനെ കണ്ടുകഴിഞ്ഞാൽ ആസനത്തിൽ നിന്ന് അയ്യപ്പൻ എഴുന്നേക്കേണ്ടി വരും. അതുകൊണ്ട് താഴെ നിന്നെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടങ്ങ് പോകത്തേ ഉള്ളൂ. എന്തൊരു സമ്മോഹനമായ തത്വമാണിതൊക്കെ. പിതാവിനെ കണ്ടാൽ എഴുന്നേൽക്കണമെന്ന് പഠിപ്പിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി ജീവത്യാഗം ചെയ്യാൻ തയ്യാറാകുന്നു. മാതാപിതാക്കളാണ് ഏറ്റവും കൺകണ്ട ദൈവങ്ങളെന്ന് പഠിപ്പിച്ച ഒരു വലിയ തത്വം. അതെത്ര മനോഹരമായി ശബരിമലയിലെ ആരാധനയിൽ വന്നുകൂടും നമ്മൾ ആലോചിക്കണം. ഇന്ന് മാതാപിതാക്കൾക്ക് വല്ല സ്ഥാനമാനങ്ങളും ഉണ്ടോ? ഗാന്ധി ഭവനിൽ എത്രയാ കിടക്കുന്നത്, സങ്കേതത്തിൽ എത്രയാണ്, സ്നേഹതീരത്തിൽ എത്രയാണ്, കൊണ്ട് നടതല്ലുകയല്ലേ. മാതൃസ്ഥാനം പഠിപ്പിച്ചു തരുന്നു. മാത്രമല്ല, ശബരി ശ്രീരാമചന്ദ്രനെ കണ്ട് പഴങ്ങളെല്ലാം അർപ്പിച്ച് ഈ പറഞ്ഞ നവഭക്തിമാർഗങ്ങളും പഠിപ്പിച്ചു കൊടുത്ത് അവസാനം ശബരി ശ്രീരാമചന്ദ്രന്റെ കാലിൽ കമഴ്ന്നു വീണു കണ്ണുനീര് വറ്റുന്നത് വരെ കരഞ്ഞു, ശബ്ദമടയ്ക്കുന്നത് വരെ നാമം ജപിച്ചു. അപ്പോഴാണ് ലക്ഷ്മണൻ വിളിച്ചത് മാതാ എന്ന്. മാതാ ശബരി എന്ന്, മാതാ അമ്മേന്ന് വിളിച്ചു. മാതാവിൻ്റെ സ്ഥാനം എത്രയാണ്. എന്നിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, ശ്രീരാമനുള്ള ഏറ്റവും വലിയ ഭക്തി എനിക്കാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം എനിക്ക് മനസ്സിലായി, രണ്ട് ലോകത്തിലും അമ്മയെ, മാതായെപ്പോലുള്ള അമ്മയെപ്പോലൊരു ഭക്ത ഇല്ല എന്ന് മനസ്സിലായി. സമർപ്പണമാണ്. ഇനിയും പഠിപ്പിച്ചു കൊടുത്ത ധാരാളം ഉദാഹരണങ്ങളും ഉപദേശങ്ങളും ഉണ്ട്. ഇനിയോ ഗുരുസ്ഥാനീയരായിട്ടുള്ള ആൾക്കാർ വേണമെന്ന് പറഞ്ഞു. ഗുരുവും മാതാപിതാ ഗുരു ദൈവമെന്ന് പഠിപ്പിച്ച തത്വം അത് ശബരീശ ദർശനത്തിൽ കൃത്യമായി പാലിക്കപ്പെടണം. അച്ഛനും അമ്മയോടും യാത്ര പറഞ്ഞ് ദക്ഷിണ കൊടുത്തായിരുന്നു പഴയ കാലത്തൊക്കെ പോന്ന്. ഇപ്പൊ ദക്ഷിണയില്ല, ഉത്തരയില്ല. പമ്പയിൽ ചെല്ലുക, അവിടെ ഇത് വെച്ച് ഇത് ഇരുമുടിക്കെട്ട് വാങ്ങിച്ചുകൊണ്ടെങ്കിൽ ക്ലീൻ ഷേവും ചെയ്തുകൊണ്ടൊക്കെയാണ് പോകുന്നത് അല്ലേ. പറഞ്ഞാൽ അധികരിച്ചു. ഈ ദുരവസ്ഥയിൽ ഉള്ളിൽ വികാരങ്ങൾ ഇങ്ങനെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം 7:30 മുതൽ 8:30 വരെ എന്നാണ് എനിക്ക് 1 മണിക്കൂറാണ് എനിക്ക് പറഞ്ഞിരുന്ന സമയം. 1 മണിക്കൂറോ ഒരു ദിവസമോ കൊണ്ട് തീർക്കാവുന്ന കാര്യം അല്ല. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ, ഒരുപാട് കുട്ടികൾ, ദൂരങ്ങളിലൊക്കെ ഇരുന്ന് ശ്രവിക്കുന്നവരെല്ലാം മാതാപിതാക്കളെ ആദരിക്കുന്ന ശബരീശ ദർശനത്തിലെ ആ ഒരു വലിയ ദർശനം ഉൾക്കൊള്ളാൻ നമുക്ക് പരിശ്രമിക്കാം. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ എന്തെങ്കിലും ഉണ്ടോ? അമ്മ എന്നത് ഒരു സാന്ദ്ര സത്യമാണ്. അമ്മ എന്നത് ദേവതയാണ്. അമ്മ എന്നത് പകരം വയ്ക്കാനില്ലാത്ത ത്യാഗമൂർത്തിയാണ്. ഒരമ്മയുടെ കണ്ണുനീർ വീഴാൻ ഇടയാകാതെ നമുക്ക് പരിശ്രമിക്കാം. എല്ലാത്തിനും നന്മകൾ നേരാം. വളരെ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ വർഷം തന്നെ 3ാമത്തെ ഹിന്ദു പരിഷത്തിൻ്റെ വേദിയിലാണ് സംസാരിക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ചെറുകോൽപ്പുഴയിലെ ഈ വേദിയിൽ വന്നതിലാണ്. എന്താ കാര്യം എന്നറിയോ? ഏതൊരു ആത്മീയ പ്രഭാഷകന്റെയും ആഗ്രഹമാണ് ചെറുകോൽപ്പുഴയിൽ ഒന്ന് വരിക എന്നുള്ളത്. പലപ്പോഴും പലരും ശ്രമിച്ചിട്ടുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നടന്നിട്ടില്ല. ഇപ്പോഴാണ് നിയോഗം ആയത്. എന്തായിരിക്കും നിയോഗത്തിൻ്റെ പിന്നിലെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പരമ പട്ടാഭിരാഗ ചട്ടമ്പിസ്വാമി തിരുവടികൾ, അവിടുത്തെ ശിഷ്യനാണിത് തുടങ്ങി വെച്ചത്. അവിടുത്തെ സമാധിയുടെ ശതാബ്ദി 100ാം വാർഷികത്തിന് കഴിഞ്ഞ വർഷം പന്മനയിൽ സംസാരിച്ചു. അപ്പം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? കാരണം എവിടെ നിന്നാണ് ഈ സനാതനധർമ്മം പഠിക്കാനും സംസ്കൃതം ആഴമായി പഠിക്കാനും വേദങ്ങളും പുരാണങ്ങളും പഠിക്കാനും താല്പര്യമുണ്ടായതെന്ന് വെച്ചാൽ, ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ ചേർന്നു. എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചാണ് ഡോക്ടർ ലതയൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട്. ചന്ദ്രശേഖരൻ സാർ എൻ്റെ സീനിയറായിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് വീട് വിട്ട് മാറി നിൽക്കുന്ന ആദ്യമാണ്. ഓഗസ്റ്റിൽ ക്ലാസ് തുടങ്ങി. ഡിസംബർ വെക്കേഷൻ കിട്ടിയ ഒരു 10 ദിവസം. 72 കഥ പറയുക. വീട്ടിൽ പോകാൻ വേണ്ടി എയർ ബാഗൻ തോളെ തൂക്കി ഒരു ഷോർട്ട് കട്ടുണ്ട് തമ്പാനൂരേക്ക് പോകാൻ, മാഞ്ഞാലിക്കുളം വഴി. കുളം നികത്തി വലിയൊരു ഗ്രൗണ്ടാക്കി. അവിടെ എന്തോ വലിയ സമ്മേളനം നടക്കുന്നു, വലിയ പന്തല് സമ്മേളനം നടക്കുന്നു. അന്ന് കാറുകൾ അപൂർവമാണ്. എന്നിട്ട് മോറിസ് മൈനർ, സ്റ്റാൻഡേർഡ് ടൺ കാറൊക്കെ അവിടെ കിടക്കുന്നുണ്ട്.
ആരോ ഇരുന്ന് ഇംഗ്ലീഷിൽ അടിച്ച് തകർക്കുകയാണ്. എന്തോ ഇംഗ്ലീഷ്, ഇന്നത്തെ കുട്ടികളെ ഭാഷയെ പറഞ്ഞാൽ ഒന്നൊന്നര ഇംഗ്ലീഷാണ്. കോണ്ടംപ്ലേഷൻ ആൻഡ് റിട്ടാർഡേഷൻ എ ഫൽഗന്റ് ഓഫ് ഡിവൈൻ ഗ്ലോറി എന്ന് പറഞ്ഞ് തകർക്കുന്ന ഒരു മനുഷ്യൻ. ഈ ശബ്ദം കേട്ടപ്പോൾ, ഈ പ്രൊനൗൺസിയേഷനും ഇംഗ്ലീഷും കേട്ടപ്പോൾ ഇത് ആരാണെന്നറിയാൻ പന്തലിന്റെ പുറകിൽ ചെന്ന് എത്തി നോക്കി. ഒരു കൃശഗാത്രനായ മെല്ലിച്ച മനുഷ്യൻ, ഒരു കാഷായ വസ്ത്രം ഉടുത്തൊരു കാഷായ വസ്ത്രം തോളെ കൂടിയിട്ടൊരു ഗിൽറ്റുള്ള കണ്ണടയും വെച്ച് നെഞ്ചറ്റം താടിയും വെച്ചിരുന്ന് പ്രസംഗിക്കാണ് ഒരു മനുഷ്യൻ ഇംഗ്ലീഷില്. ഈ മനുഷ്യൻ ആരെന്ന് പറയണമെങ്കിൽ, മിന്നൽ പരമേശ്വരൻ എന്ന പേര് കേട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് മിന്നൽ പരമേശ്വരൻ. അദ്ദേഹം ഒരു പുസ്തകം എഴുതി, മിന്നൽ കഥകൾ. അതിന്റെ പ്രസിദ്ധീകരണത്തിന് എന്നെ ക്ഷണിച്ച് ഞാനും പോയിരുന്നു. തിരുവനന്തപുരത്ത് വെച്ച് അത് പ്രസിദ്ധീകരിച്ചു. പുസ്തകം കിട്ടി. പുസ്തകം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ മിന്നൽ പരമേശ്വരന്റെ ഒരു പോലീസ് ഡയറിയാണത്. ശരിക്കും മിന്നൽ കഥകൾ ഒരു പോലീസ് ഡയറിയാണ്, ഓട്ടോബയോഗ്രഫി അല്ല. അപ്പൊ അദ്ദേഹം എഴുതിയിരിക്കുന്ന എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി ചാർജ് എടുക്കവേ, അന്നൊക്കെ പോലീസ് എന്ന് പറയാൻ മനുഷ്യൻ പേടിക്കുന്ന കാലമാണ്. ചാർജ് എടുക്കവേ ആ ഓഫീസിൽ ചെന്നിട്ട് റൗഡി ലിസ്റ്റും കേഡി ലിസ്റ്റും എല്ലാം പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോ 10ഓളം സ്ഥിരം റൗഡികളുടെ പേര് ഈ പോലീസ് സ്റ്റേഷനിലുണ്ട്. അതിൽ 9 പേരുടെയും ചരിത്രമല്ല അതിൽ എഴുതി. ഒരാളുടെ ചരിത്രം മാത്രമല്ല, പേരേ ഉള്ളൂ. അയാളുടെ പേരിങ്ങനെയാണ്, പൂതംപള്ളി ബാലൻ മേനോൻ എന്നാണ്. ബ്രാക്കറ്റിൽ ടൈഗർ എന്നറിയപ്പെടും. തുടർന്നങ്ങോട്ട് വായിച്ചപ്പോഴാണ് അത്ഭുതപ്പെട്ടത്, ആരാണ് ഈ ടൈഗർ എന്ന്. പൂതംപള്ളി ബാലമേനോൻ ജനിച്ചപ്പോ അദ്ദേഹം ഇങ്ങനെ ഓടിക്കളിക്കുന്ന പ്രായത്തിൽ തെക്കൻ കേരളത്തിൽ ഒരു അവധൂതൻ, നരച്ച താടി പുക്കിള് വരെ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു വെള്ളമുണ്ടൊടുത്ത ഒരു അവധൂതൻ തെക്കു നിന്നു വന്നു. അദ്ദേഹമാണ് ഈ പറഞ്ഞ ബാലൻ മേനോൻ എന്ന് പേര് കൊടുത്ത് പൂതംപള്ളി തറവാട്ടിൽ വന്ന് ബാലൻ മേനോൻ എന്ന് പേര് കൊടുക്കുകയും അദ്ദേഹത്തിന്റെ നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്നത് ഈ അവധൂതൻ ആണ്. അദ്ദേഹത്തിന് ടൈഗർ എന്ന് വിളിപ്പേര് വരാൻ കാരണം, റൗഡ് ലിസ്റ്റിൽ പെടുത്താൻ കാരണം, മഹാരാജാസ് കോളേജിൽ ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള കുട്ടികളുമായിട്ടെല്ലാം ഭയങ്കര തല്ലുണ്ടാക്കുക. ആരുമായിട്ട് അടിച്ചാൽ ഇദ്ദേഹമേ ജയിക്കത്തുള്ളൂ, ബാലമേനോനെ ജയിക്കത്തുള്ളൂ. അങ്ങനെ കൂട്ടുകാർ ചാർത്തി കൊടുത്ത പേരാണ് ടൈഗർ. പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുക. ഇയാൾ പിടികിട്ടാ പുള്ളി എവിടെയോ പോയെന്നറിയത്തില്ല. അവിടുന്ന് പഠിച്ചു, മഹാരാജാസ് ബിരുദമെടുത്തു. ലക്നൌവിലേക്ക് നിയമബിരുദം പഠിക്കാൻ പോയി. BL പഠിക്കാൻ ലക്നൌവിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടു. അതിൽ പ്രവർത്തിച്ചതിന് കാരണമായി ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇദ്ദേഹത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് കടുത്ത ന്യൂമോണിയ ബാധിച്ചു. ശ്വാസമെടുക്കാൻ കഴിയാതെ അനങ്ങാതെ കിടന്നപ്പോ മരിച്ചുപോയി എന്നും കരുതി തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പോയി. ആരെ? നമ്മുടെ ടൈഗറിനെ, നമ്മുടെ പൂതംപള്ളി ബാലമേനോനെ ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു വിദേശ വനിത കണ്ടു, അനക്കമുണ്ടെന്ന് കണ്ടപ്പോൾ മരിച്ചില്ലാതെ മനസ്സിലാക്കി ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. അവിടുന്ന് നിയമബിരുദവും കഴിഞ്ഞ് ബറോഡയ്ക്ക് പോയി. അവിടെ ചെന്ന് ജേർണലിസം എല്ലാം പഠിച്ച് നെഹ്റുവിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ച ഹെറാൾഡ്, നാഷണൽ ഹെറാൾഡ് പത്രത്തിലെ സഹപത്രാധിപനായി. അപ്പോൾ അദ്ദേഹത്തിനൊരു തോന്നൽ വന്നു, ഈ ഹിമാലയത്തിൽ കുറെ സ്വാമിമാരിപ്പുണ്ട്, അവരെ വിളിച്ചോണ്ട് വന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കണം. ഹെറാൾഡ് പത്രത്തിൽ ലെറ്റർ പാഡ് പേനയും കൊണ്ട് ഈ മനുഷ്യൻ കയറി പോകുമ്പോ, വെള്ളിയാഴ്ച കയറി ഋഷികേശത്തിലേക്കാണ് പോകുന്നത്. വെള്ളിയാഴ്ച കയറിപ്പോയി ഞായറാഴ്ച ഇറങ്ങി വരാനാണ് പോയത്. ഈ ടൈഗറാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആള്. ഞാൻ ഈ കേട്ട പ്രസംഗം, ഹെറാൾഡ് പത്രത്തിന്റെ ലേഖകൻ. അവിടെ വെച്ച് അദ്ദേഹം സന്യാസിമാരെ കണ്ടു. തപോവനസ്വാമിയുമായി ബന്ധപ്പെട്ട് കഥ വളരെ നീണ്ടതാണ്. കയറിപ്പോയ മനുഷ്യൻ ഞായറാഴ്ചയും വന്നില്ല, അടുത്ത ആഴ്ചയും വന്നില്ല, അടുത്ത മാസവും വന്നില്ല. ഒരുപാട് നീണ്ടുപോയി. അവസാനം മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പൂതംപള്ളി ബാലമേനോൻ സ്വാമി ചിന്മയാനന്ദജിയായി. അദ്ദേഹമാണ് ഈ പ്രസംഗിക്കുന്നത്. സ്വാമി ചിന്മയാനന്ദജിയുടെ കഥയായി പറഞ്ഞത്. സ്വാമി ചിന്മയാനന്ദജിക്ക് പേര് കൊടുത്തതും നാവിൽ ആദ്യാക്ഷരവും കുറിച്ചത് ആരെന്നറിയുവോ?
തെക്കൻ കേരളത്തിൽ നടന്നു വന്ന ഒരു വെള്ളമുണ്ടുടുത്ത് മുക്കളോളം താടിയും വളർത്തി വന്ന ആ മനുഷ്യനാണ് പരമഭട്ടാരക ചട്ടമ്പിസ്വാമി തിരുവടികൾ. ചട്ടമ്പിസ്വാമി തിരുവടികളുടെ അനുഗ്രഹമാണ് പൂതമ്പള്ളി ബാലമേനോനെ സ്വാമി ചിന്മയാനന്ദനാക്കി മാറ്റിയത്. ആ ചിന്മയാനന്ദന്റെ ആദ്യത്തെ ഗീതാജ്ഞാന യജ്ഞ ക്ലാസ് ഞാൻ കേൾക്കുകയാണ്. പന്തലിന്റെ പുറകിൽ നിന്ന് കുറച്ചു നേരം കേട്ടപ്പോ എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. ആ ഇംഗ്ലീഷിന്റെ ആകർഷണീയത മാത്രമല്ല, സാധാരണ ഗീത വ്യാഖ്യാനിക്കുന്ന എല്ലാ ആചാര്യന്മാരും യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമഹ്യം എന്ന ശ്ലോകമാ തുടങ്ങുന്നത്. ചിന്മയൻ എല്ലാ കാര്യത്തിലും വ്യത്യസ്തനാണ്. ചിന്മയൻ തുടങ്ങിയത് പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. അതിൽ ഈ സാധു ആരെന്ന് വർണ്ണിക്കുകയാണ് ഈ മനുഷ്യൻ. അന്ന് വരെ എന്റെ വിചാരം സാധു എന്ന് പറഞ്ഞാൽ പിറകെ മെട്ടിക്കേറ്റിമേ ആ നിർവാഹമില്ലാത്തവൻ, പട്ടിണി കിടക്കുന്നവൻ, കുപ്പായം കീറിയവൻ, അങ്ങനെയൊക്കെ ഞാൻ ധരിച്ചിരുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, സാധുക്കളെ രക്ഷിക്കാൻ ഭഗവാൻ വരുമെങ്കിൽ ഈ ചേരിയൊക്കെ എങ്ങനെ ഉണ്ടായത്? ജങ്കച്ചൂളയിലൊരു ചേരിയുണ്ട്, ബോംബെയിലുണ്ട് ചേരി, ചേരയൊക്കെ ഉണ്ടായി. ഭഗവാൻ സംരക്ഷിക്കാൻ വന്ന സാധു ആരെന്നാകു പഠിപ്പിച്ചു തരുന്നത് ചിന്മയാനന്ദജി. സദാചാരം അനുഷ്ഠിക്കുന്നവൻ സാധു. അതിന്റെ വിശദീകരണം പറയാ. 3 മണിക്കൂറോളം പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം ഒരു ചെറിയൊരു കോമ ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്നുവരെ അതിനു മുമ്പും പിമ്പും കേട്ടിട്ടില്ലാത്തൊരു സവിശേഷത. അദ്ദേഹം പീഠത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ആർക്കെങ്കിലും, എല്ലാം ഇംഗ്ലീഷിലാണ്, എനിബഡി ക്യാൻ മേക്ക് എനി ക്വസ്റ്റ്യൻ, ആർക്കും എന്തും ചോദിക്കാം. ആരും ഒന്നും ചോദിക്കുന്നില്ല. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് കീഴിൽ നിന്ന് ആരെങ്കിലും വർത്താനം പറയുമോ? ജനങ്ങൾ സ്തബ്ധചിത്തര. ആദ്യത്തെ യജ്ഞം നടക്ക സ്തബ്ധചിത്തര ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, ആരും ഒന്നും ചോദിക്കുന്നില്ല. വീണ്ടും അവിടുന്ന് പറഞ്ഞു, ഐ ആം എ ഡ്രം, I don't a tree, only percussion can make sound. ഞാനൊരു മരത്തെ കെട്ടിയ ചെണ്ടയാ. ആരെങ്കിലും മുട്ടിയാലേ ശബ്ദം കേൾക്കൂ. എനിക്കന്ന് 17 വയസ്സ്. ഞാൻ എഴുന്നേറ്റ് ഒരു ചോദ്യം ചോദിച്ചു, സാർ, അല്ല സ്വാമിജി, ഐ ആം എം ബഷീർ, ഷാൽ ഐ മേക്ക് എ ക്വസ്റ്റ്യൻ? ഞാൻ എന്താണ് ഉദ്ദേശം സ്വാമിക്ക് പെട്ടെന്ന് പിടികിട്ടി. അത് ഹിന്ദുവിൻ്റെ സമ്മേളനമാണ്, ഞാനൊരു മുസ്ലിമാണ്, എം ബഷീറാണ്, എനിക്ക് ചോദിക്കാമോ? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം നിറഞ്ഞ പുഞ്ചിരിയോട് പറഞ്ഞു, ഐ സെഡ് എനിബഡി ക്യാൻ മേക്ക് എനി ക്വസ്റ്റ്യൻ. ഞാൻ എൻ്റെ ചോദ്യം ഉന്നയിച്ചു. ചോദ്യം മാത്രമേ ഇപ്പൊ പറയൂ, അവിടെ നിന്ന് ഉത്തരം പറയാൻ നേരമില്ല. അതുകൊണ്ട് ചോദ്യം മാത്രം പറയാം. ചോദ്യം ഇതായിരുന്നു, വാ ഞാൻ ഡോക്ടർ പ്രവീൺ ഇറവങ്കര പൊക്കളഞ്ഞോ എന്ന് വിചാരിച്ചു. വാ ഞാൻ നിർത്താൻ പോവാ, നിങ്ങളെ കണ്ടിട്ട് വേണം എനിക്ക് നിർത്താം. അതുകൊണ്ടാണ് ചോദ്യം മാത്രം പറയാം, ഉത്തരം ഇപ്പൊ വിശദീകരിക്കാൻ സമയമില്ല, ഇനി അവസരമുണ്ട് അന്ന് പറയാം. ചോദ്യം ഇതായിരുന്നു. അന്ന് ഈ പറയാൻ പോകുന്ന ശ്ലോകം എനിക്കറിയത്തില്ല, കാര്യം എനിക്കറിയാം. ദശാവതാരങ്ങൾ, മത്സ്യം, കൂർമ്മം, വരാഹം. ശ്ലോകം പിന്നെ പഠിച്ചത്, കഥ എനിക്കറിയാം. മത്സ്യ, കൂർമ്മ, വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമ കൃഷ്ണ കൽക്കി അവതാരക. അതിൽ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. 4ാമത്തെ അവതാരമാണ് നരസിംഹം. 5ാമത്തെ അവതാരം വാമനൻ. 5ാമത്തെ അവതാരമായ വാമനൻ മഹാബലിയെ കേരളത്തിൽ ചവിട്ടിത്താഴ്ത്തി. പക്ഷെ 7ാമത്തെ അവതാരമായ പരശുരാമനാണ് മഴുവെറിഞ്ഞ് കേരളം സൃഷ്ടിച്ചത്. സൃഷ്ടിക്കുന്നതിന് മുമ്പ് എങ്ങനെ ചവിട്ടിത്താഴ്ത്തി? ഒരു കാര്യം ഉറപ്പാണ്, കോടാലി എറിഞ്ഞ് തന്നെയാണ് കേരളം സൃഷ്ടിച്ചത്. ഇത്രയും കോടാലിയുടെ ഒരു സംസ്ഥാനവും ഇന്ത്യയിലില്ല. ഒരു കോടാലി മാറുമ്പോൾ അടുത്ത കോടാലി, അടുത്ത കോടാലി, അടുത്ത കോടാലി, ബാർ കോടാലി, കോടക്കോടാലി, സരിതക്കോടാലി, സ്വപ്ന കോടാലി, ദിലീപ് കോടാലി, എന്തെല്ലാം കോടാലി. ഒരു കോടാലി മാറുമ്പോൾ അടുത്ത കോടാലി. ഇപ്പൊ ഇന്ന് മുതൽ വന്നിരിക്കുന്ന ടോൾ കോടാലിയാണ്. അതിന് എന്ത് കോടാലിയാകുന്നത് കണ്ടറിഞ്ഞേ പറ്റത്തുള്ളൂ. എന്തെല്ലാം കോടാലിയാണ്. ഞങ്ങളുടെ നാട്ടിലെ പഴയ കാലത്തെ പിന്നെ ഇല വെട്ടി, വാഴയില വെട്ടി ജീവിക്കുന്ന ഒരു കാക്ക ഉണ്ടായിരുന്നു. വാഴയില വെട്ടി ജീവിക്കുന്ന ജോലിയായിരുന്നു. ഇപ്പൊ ഇലയ്ക്ക് അത്ര കിട്ടാനുമില്ല, ഡിമാൻഡും ഇല്ലാത്ത ഇപ്പൊ അദ്ദേഹം കൊല വെട്ടിയാണ് ജീവിക്കുന്നത്. 2ാം ക്ലാസ് വരെ കണ്ടേ പഠിച്ചുള്ളൂ. മലയാള അക്ഷരം കൂട്ടി വായിക്കും. പുള്ളിക്കാരൻ എന്നും കൃത്യമായിട്ട് പത്രം വായിക്കുന്ന മനുഷ്യനാണ്. ഒരാഴ്ച മുമ്പേ ഇങ്ങോട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ മനുഷ്യൻ പത്രം വായിക്കാൻ ചോദിച്ചു, കാക്കാ എന്തുവാ വായിക്കുന്നത്? നേരം പറഞ്ഞു, ആലപ്പുഴയിൽ വയോധികയായ ഒരു സ്ത്രീയെ തെരുവുനായ കടിച്ചു കൊന്നു. വലിയ കഷ്ടമായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞു. അന്നേരം പറയാ, ഇങ്ങനെ ഉടനെ പറയാ, പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ല, 2ാം ക്ലാസ്സിൽ പോയിട്ട് ഉടനെ പറയാ, 1000 മനുഷ്യരെ കടിച്ചാലും ഒരു തെരുവ് നായും ശിക്ഷിക്കപ്പെടരുത് എന്നാണ്
ഇന്നത്തെ ഇന്ത്യൻ കുന്തം കുടച്ചക്രത്തിൽ പറയുന്നതെന്ന്. അയാൾ എവിടെല്ലാം പോയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ഞാൻ പറയുന്നില്ല. എന്തെല്ലാം കോടാലിയാ. കുന്തം കുടച്ചക്ര ഒരു കാലത്ത് വലിയ കോടാലിയായിരുന്നു ഇവിടെ, അല്ലേ? അങ്ങനെ എന്തെല്ലാം കോടാലിയാ ഇവിടെ. അപ്പൊ എന്റെ ചോദ്യം ഇതായിരുന്നു, 5ാമത്തെ അവതാരം ചവിട്ടി താഴ്ത്തി, 7ാമത്തെ അവതാരം കേരളം സൃഷ്ടിച്ചു. ഇതെങ്ങനെ ചേരും? സ്വാമിജി ഗുരുദേവൻ എനിക്ക് ഭയങ്കര മറുപടി തന്നു. ആ മറുപടി ഞാനിപ്പോ പറയുന്നില്ല. അവസാനം അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഇതാണ്. ചട്ടമ്പിസ്വാമി തിരുവടികൾ എന്നൊരു സ്വാമിജി ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹം എഴുതിയ പ്രാചീന മലയാളം എന്നൊരു കൃതിയുണ്ട്. ഈ കൃതി എവിടെയെങ്കിലും തേടിപ്പോയി വായിക്കണം. എവിടെ പോകാനാ 17ാം വയസ്സിൽ? എവിടെയാണ് സ്വാമി എന്നും പന്മനയാണെന്നും അന്ന് എനിക്കറിയത്തില്ല. എൻ്റെ പിതാവിൻ്റെ സ്ഥലം വായ്പൂരാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറഞ്ഞു, ഇതാ ചട്ടമ്പിസ്വാമി എവിടാന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ സ്ഥാപിച്ചൊരു ആശ്രമം എൻ്റെ നാട്ടിനടുത്തുണ്ട്, വാഴൂര്. അവിടെ പോണം, എനിക്ക് പുസ്തകം കിട്ടണം. അയ്യോ ബസ്സിൽ കയറി ഞങ്ങൾ രണ്ടും കൂടെ അലഞ്ഞ് തിരിഞ്ഞ് അവിടുത്തെ ശിഷ്യൻ സ്ഥാപിച്ച ആശ്രമത്തിൽ ചെന്നു. പ്രാചീന മലയാളം പുസ്തകം കൊണ്ടുപോകാൻ തരത്തില്ല. 2-3 ദിവസം ഞങ്ങൾ അവിടെ താമസിച്ചത് കുറിച്ചെടുത്തു. ആ ശിഷ്യനാണ് ഇത് സ്ഥാപിച്ചത്, ഇവിടുത്തെ ഈ ഹിന്ദുമത പരിഷത്ത്, അല്ലേ? അതാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ നാവിൽ എഴുത്തെഴുതി കൊടുത്ത ആളാണ്. അന്ന് മുതലാണ് ചിന്മയന്റെ കൂടെ നടന്ന് ചിന്മയൻ എവിടെല്ലാം വെച്ച് നടത്തി അവിടെ മുഴുവൻ പോയി. സമാധിയാകുന്നതിന് മുമ്പ് അവസാനമായി നാഗമ്പടത്ത് നടത്തിയ ആ യജ്ഞം വരെയുള്ള എല്ലാ യജ്ഞവും സർവീസിൽ ഇരിക്കുമ്പോഴായാലും ശരി, പഠിക്കുമ്പോഴായാലും ശരി, കൃത്യമായി എല്ലാം പോയി കേൾക്കുമായിരുന്നു. അവിടെ നിന്നാണ് സംസ്കൃതം പഠിക്കാനും വേദാന്തം അറിയാനും ഒക്കെ എൻ്റെ മഹാഗുരുവായി തീർന്ന ചിന്മയാനന്ദ സരസ്വതിയാണ്. അവിടുന്ന് ചട്ടമ്പിസ്വാമി തിരുവടികളാണ് ആദ്യാക്ഷരം കുറിച്ചതും പേര് കൊടുത്തതും. ആ ടൈഗർ എന്ന് പറയുന്ന സാധനം ശരിക്കും ടൈഗർ തന്നെയാണത്. ആ ശബ്ദമൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞു വന്ന് സമാധി പരമഭട്ടാരക ചട്ടമ്പിസ്വാമി തിരുവടികൾ സമാധിയുടെ 100ാം വാർഷികത്തിന് പന്മന പ്രസംഗിച്ചത് കഴിഞ്ഞ കൊല്ലമാ. അന്നേരം പറഞ്ഞയച്ചതാ, നീ ഇഞ്ഞ് പോരേ, ഇവിടെ വന്നൊരു അല്ലേ ഈ പരിഷത്തിൽ വന്ന് സംസാരിക്കാൻ ചെറുകോൽപ്പുഴ വരാൻ ഇടയായതിൽ വലിയ സന്തോഷം, ഒരുപാട് സംതൃപ്തി, ഒരുപാട് സന്തോഷം. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ച് പറയുന്നു, 4 നൂറ്റാണ്ട് കാലമായ എൻ്റെ വലിയ ആത്മാർത്ഥമായ സുഹൃത്താണ് ഹരിദാസ് ജി, അഡ്വക്കേറ്റ് ഹരിദാസ് ജി. നമ്മുടെ ഹിന്ദു സഭയുടെ വൈസ് പ്രസിഡന്റ്. അദ്ദേഹവുമായി 4 നൂറ്റാണ്ടിലേറെ ഞങ്ങൾക്ക് തമ്മിൽ നല്ല പരിചയവും സന്തോഷമാണ്. അദ്ദേഹമാണ് ഇത്തവണ ഇവിടെ കൊണ്ടുവരാനായിട്ട് എന്നോട് പറഞ്ഞു. കമ്മിറ്റിയിൽ ഞാൻ പേര് അവതരിപ്പിച്ചു. പൊതുയോഗം കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പേര് അവതരിപ്പിച്ച് ഇദ്ദേഹത്തെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഒരാളും എതിര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അത് തന്നെയാ മഹാഭാഗ്യം. നിങ്ങളെല്ലാവരും കൂടി ചേർന്നാണ് കൊണ്ടുവന്നത്. സന്തോഷമായി. ആധ്യാത്മിക പ്രഭാഷണത്തിൻ്റെ വേദികളിൽ ഏറ്റവും നിർവൃതിയുള്ള ദിവസമായി ഇന്നത്തെ ദിവസം ഞാൻ കണക്കാക്കുന്നു. ഇവിടെ വരാൻ കഴിഞ്ഞതിലും എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും പിന്നെ എൻ്റെ അനുജൻ, നേരെ ഇളയതിൻ്റെ ഇളയ അനുജൻ, ഇതിനൊക്കെ സഹകരിച്ച് നിങ്ങളുടെ എല്ലാം കൂടെ നടക്കുന്നൊരു സാധനമാണ്. അവൻ ഇന്ന് എറണാകുളത്ത് പോയിരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം അറിയും, കബീർ, MA കബീർ എൻ്റെ 2ാമത്തെ അനിയനാണ്. സബ്രേഷാറായിട്ട് പെൻഷനായ കബീർ, അവൻ എൻ്റെ 2ാമത്തെ അളിയനാണ്. അവൻ അനുജനാണ്. അവൻ ഇതിനെല്ലാം പങ്കെടുക്കുന്ന കൂട്ടത്തിലാണ്. എറണാകുളത്ത് പോയതുകൊണ്ടല്ലേ ഇന്നിവിടെ ഉണ്ടായത്. എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും കൃതാർത്ഥതയും അറിയിച്ചുകൊണ്ട് 8:30 ഒഴിഞ്ഞു കൊടുക്കാൻ തുടങ്ങിയതാണ്. ഡോക്ടർ പ്രവീൺ വങ്കര പുറത്തോട്ട് പോയതുകൊണ്ടാണ് 15 മിനിറ്റ് കൂടെ നീണ്ടുപോയത്. അടിയന്റെ വർത്തമാനത്തിലോ ഉദാഹരണം പറഞ്ഞതിലോ ചരിത്രം പറഞ്ഞതിലോ വല്ല അറിവില്ലായ്മയോ അപാകങ്ങളോ വന്നെങ്കിൽ ക്ഷമിക്കണേ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സവിശേഷമായ പരിഗണനയ്ക്ക് സാദരം സമർപ്പിച്ച് സനാതനധർമ്മം ജയിക്കട്ടെ.